Good evening, friends. Welcome to this orientation program of JIB batch. And തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും I wish all of you a very prosperous, happy 2024 New Year. നമ്മുടെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു പുതുവർഷത്തിൽ നമ്മുടെ ആദ്യത്തെ ഇന്ററാക്ഷൻ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു, പുതുവത്സരാശംസകൾ നേരുന്നു. പിന്നെ ഈ മീറ്റിംഗിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന മിസ്റ്റർ സതീഷ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് IBS. അതുകൂടാതെ ഞാൻ ഫാക്കൽറ്റി ഫ്രണ്ട്സ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ, കാരണം ആരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് വ്യക്തമല്ലാത്തതുകൊണ്ട് ഞാൻ ഫാക്കൽറ്റി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ചുരുക്കുകയാണ്. ദെൻ മിസ്റ്റർ ഹരി, മിസ്റ്റർ ബിജു ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് അറ്റൻഡിങ് ദിസ് മീറ്റിംഗ്. ഇപ്പോൾ പുതുവത്സര ആശംസകളോടെ ഒപ്പം തന്നെ എനിക്ക് ഒരു ആശംസയും കൂടെ നേരാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിക്കവാറും ബാങ്കുകളിൽ ഇപ്പോൾ പ്രൊമോഷൻ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലർക്കൊക്കെ പരീക്ഷ കഴിഞ്ഞു, ചിലർക്ക് പരീക്ഷ നടക്കാനിരിക്കുന്നു. അപ്പം ഇതിൽ പലരും ഒരു പക്ഷേ ഈ പ്രൊമോഷൻ പരീക്ഷകൾ അല്ലെങ്കിൽ പ്രൊമോഷൻ എക്സാമിനേഷൻ, റിക്രൂട്ട്മെന്റ് പ്രൊമോഷൻ എക്സാമിനേഷൻ, അത് കഴിഞ്ഞുള്ള ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനും തയ്യാറെടുക്കുന്നവരുണ്ടാവും. അവർക്കും ഞാൻ എല്ലാ ആശംസകളും നേരെയാണ് പ്രൊമോഷന്. അപ്പം ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ IBS ജോയിൻ ചെയ്തിട്ട് അധികകാലമായിട്ടില്ല. ഞാൻ നവംബർ 10 ഈ നവംബർ 10 ഞാൻ IBS ഫോർമലായിട്ട്, IBS അറിയാം, IBS വേറെ ഇൻഫോർമലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോർമലായിട്ട് ഞാൻ IBS ഒരു പാർട്ടായി മാറിയത് നവംബർ 10 ആസ് അക്കാഡമിക് ഡയറക്ടർ. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് DGM-ആയി റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ പേര് സിയാദ് റഹ്മാൻ. എൻ്റെ പേര് സിയാദ് റഹ്മാൻ. സിയാദ് എന്ന് പലരും അറിയാറില്ല, റഹ്മാൻ എന്നാണ് കൂടുതൽ അറിയുന്ന കാര്യം. ഞാൻ കൂടുതലും നോർത്തിലൊക്കെ വർക്ക് ചെയ്യപ്പെടുത്ത അവിടുത്തെ ഒരു കൾച്ചറിൽ കൂടുതലും സർനെയിമിൽ അറിയുന്നതുകൊണ്ട് റഹ്മാൻ എന്നാണ് എന്നെ പലരും വിളിക്കുന്നത്. അപ്പം ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ സർവ് ചെയ്തതിൽ ഭൂരിഭാഗം, അതായത് സിംഹഭാഗവും ഞാൻ HR-ലുമായിട്ട് അസോസിയേറ്റ് ആണ് വർക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് JIB CIB എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അതായത് ആദ്യകാലത്ത് ഞാനൊക്കെ എൻ്റെ തുടക്കകാലത്ത്, എൻ്റെ കരിയറിന്റെ തുടക്കകാലത്ത് ആ സമയത്തൊക്കെ JIB CIB ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആയിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ കിട്ടുമ്പോഴും അതിന്റെ സെലിബ്രേഷനും അങ്ങനെ അന്നൊരു ഇൻക്രിമെന്റ് കിട്ടുന്നതിന്റെ സന്തോഷമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഒരു 3 പേപ്പേഴ്സ് എന്നുള്ള സിറ്റുവേഷനൊക്കെ വന്നു. അതിൽ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവിലേക്ക് വന്നു. ഞാൻ ഡിഫിക്കൽട്ട് അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടി എക്സാമിനോട് അപ്രോച്ചിന് കുറച്ചുകൂടെ ഒരു ഈസി അപ്രോച്ച് പോസിബിൾ ആയി വന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ചിപ്പം പിന്നെയും കുറച്ചുകൂടി, അതായത് ഇപ്പം ഒരു പക്ഷേ JIB CIB പാസ്സാവുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ബാങ്കിങ് നോളജ് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായേക്കാം. അതുകൊണ്ടാവാം ചിലപ്പം ഈ അടുത്ത സമയത്ത് ഈ പരീക്ഷകളിലൊക്കെ കുറച്ചുകൂടെ ഒരു ഇന്റൻസിറ്റി കുറച്ചുകൂടെ കൂടി. അതായത് പരീക്ഷയുടെ രീതി, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികൾ, അതായത് നേരത്തെ ഇപ്പോൾ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെയിറ്റ് 4 ആൻസേഴ്സ് ഓർ 5 ആൻസേഴ്സ് മാറി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മേ ബി 2-3 സെന്റൻസസ് അതിൽ നിന്ന് ഇൻഫർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഉദ്ദേശം നല്ല ലക്ഷ്യത്തോട് തന്നെ ആയിരിക്കണം IIBF ചെയ്തിരിക്കുന്ന കാര്യം. നമ്മളൊരു പരീക്ഷ പാസ്സാവുമ്പോൾ നമ്മളിൽ പ്രതീക്ഷിക്കുന്ന ചില നോളജ് അപ്ഗ്രഡേഷൻ ഉണ്ടാവണമല്ലോ. നോളജ് അപ്ഗ്രഡേഷൻ എത്രത്തോളം നമുക്കുണ്ടായി, നമ്മൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് എന്നുള്ള, അതായത് വെറുതെ ഒരു ബുക്ക് വായിച്ച് ബുക്കിഷ് നോളജ് അല്ല, കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്കുണ്ട് എന്നുകൂടെ പരിശോധിക്കാൻ വേണ്ടി ആവണം ഈ പരീക്ഷകൾ ഇത്തരം മാറ്റങ്ങൾ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2 ടേമിലെ എക്സാമിലൊക്കെ കുറച്ച് പരാജയമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അതായത് ചേഞ്ച് ഓഫ് പാറ്റേൺ ഓഫ് എക്സാമിനേഷനൊക്കെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കണം. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന, ഇപ്പോൾ ഇന്ന് ഞാൻ അഭിസംബോധന സംസാരിക്കുന്ന എല്ലാവരും ഈ പരീക്ഷ ഒരു പക്ഷേ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പം നിങ്ങളെല്ലാവരും IBFSന്റെ either ക്ലറിക്കൽ റിക്രൂട്ട്മെന്റ് ഓർ ഓഫീസർ റിക്രൂട്ട്മെന്റ് പരീക്ഷ പാസ്സായി വന്നവരാണ്. അതിൽ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടും ഉണ്ടാവില്ല, ചിലരൊക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടും ഉണ്ടാവും. അപ്പോൾ പരീക്ഷ പാസ്സാവുന്നത് എല്ലാ പരീക്ഷയും ജയിക്കണം എന്നുള്ള വാശി നല്ലതാണെങ്കിൽ കൂടിയും എപ്പോഴും അത് നടന്നു എന്ന് വരില്ല. പല കാരണങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾക്ക് ആ സമയത്തുള്ള എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളായാലും, നമ്മുടെ
നമ്മുടെ തയ്യാറെടുപ്പ് പ്രിപ്പറേഷനിലുള്ള ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളും കൊണ്ടാവും. ചിലപ്പം ആദ്യം അറ്റംപ്റ്റ് ചെയ്യുമ്പോഴോ ഒരു പക്ഷേ ഈവൻ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്തപ്പോഴോ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈവൻ നിങ്ങൾ തന്നെയും ചിലപ്പോൾ IBPSന്റെ ചിലപ്പോൾ ചിലരൊക്കെ 1 2 തവണ എഴുതിയിട്ടായിരിക്കും IBPS എക്സാമുകൾ ക്ലിയർ ചെയ്ത്. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ മതി ഈ പ്രാവശ്യം നമുക്ക് JIB എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷെ ഓൾ ഈസ് നോട്ട് ലോസ്റ്റ്. നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഒരു ടേമിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മുടെ അപ്രോച്ചിലൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടത് മനസ്സിലായില്ല. അപ്പൊ ഡിസപ്പോയിന്റ്മെന്റിന്റെ ഒരു സ്കോപ്പ്, ഒരു ഡിസപ്പോയിന്റ്മെന്റ് മാറ്റി വെക്കുക. നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുക. ഇപ്പൊ IBSനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് സെറ്റപ്പ് IBPSന് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലായിരിക്കും. ഇപ്പോൾ ഒരു അക്കാഡമിക് ഡയറക്ടറായിട്ട് ഞാൻ ബാങ്കിൽ 30 വർഷത്തോളം ബാങ്കിൽ സർവീസ് ചെയ്ത ഒരാളാണ്. ഞാൻ DG ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് ഒരു കാനറ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത DG മിസ്റ്റർ ഗണേഷ് സാറിന് ഇന്ന് ചില ശാരീരിക ബുദ്ധിമുട്ട് കാരണം മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇതിന്റെ ജനറൽ മാനേജർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പല നമ്മൾ ഇത് കൂടാതെ തന്നെ IBPSന്റെ ഭാഗമായി പല റീജിയണൽ ഓഫീസുകളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ബാങ്കിന്റെ ആൾക്കാർ, അതായത് IBPSന് കൂടുതലായും സ്ട്രക്ചേർഡ് ഒരു ഫോം വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഉപരി IBSന് എപ്പോഴും അഭിമാനത്തോടെ പറയാവുന്നത് ഞങ്ങളുടെ ഫാക്കൽറ്റി തന്നെയാണ്. ഞങ്ങൾ എവിടെയും പറയുന്നത് ഞങ്ങളുടെ ഫാക്കൽറ്റി, അതായത് ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ സൂപ്പർ ആനുവിറ്റി ചെയ്ത വളരെ റിച്ച് എക്സ്പീരിയൻസ് ഉള്ള, വേരിയസ് ഫീൽഡ് റിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ ഫാക്കൽറ്റി ഐഡന്റിഫൈ തന്നെ ചെയ്യുമ്പോഴും നമ്മുടെ IBPS 2 ഫാക്കൽറ്റി JIBക്ക് 2 ഫാക്കൽറ്റി അല്ലെങ്കിൽ CIBക്ക് 3 ഫാക്കൽറ്റി അങ്ങനെയല്ല നമ്മൾ നോക്കണം. ഓരോ ഫാക്കൽറ്റിക്കും അവരുടെ ഒരു എക്സ്പെർട്ടീസ് ഉണ്ടാകും. ഓവറോൾ നോളജ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെയും ചിലർക്ക് ചില സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലായിരിക്കും അവരുടെ പ്രാവീണ്യം. അപ്പൊ 1 2 ഏരിയ ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ കൂടുതൽ പ്രാവീണ്യമുള്ള ഏരിയ ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരെ തന്നെ നോക്കിയാണ് നമ്മൾ ഫാക്കൽറ്റിയെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയാം, നമ്മുടെ ഫാക്കൽറ്റി ദേ ഹാവ് ബീൻ ഡൂയിങ് എൻ എക്സലന്റ് ജോബ്. അവർ ഇപ്പോഴും ഇന്നും ഈ 8 മണിക്കും ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ നമ്മളോടൊപ്പം 3 4 5 ഫാക്കൽറ്റി ഇപ്പം ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് അവർ കാണിക്കുന്ന അവരുടെ പാഷനും അവരുടെ ഇൻട്രസ്റ്റുമാണ്. ഇപ്പൊ ഞാൻ ഈ പരാജയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ എക്സാമിന് നമുക്ക് കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇനി ഒരു ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണോ എന്നുള്ളൊരു ഇതിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എത്ര അനാലൈസിസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കി എവിടെയാണ് വി വെന്റ് റോങ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇനി നമ്മൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ള കാര്യമാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പൊ അതിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഭാഗത്തുള്ള അഷ്വറൻസ്, ഞങ്ങളുടെ IBSന്റെ ഭാഗത്തുള്ള അഷ്വറൻസ് എന്ന് പറയുന്നത് വി ആർ വിത്ത് യു. ഞങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ മെറ്റീരിയൽസ്, അതായത് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ആൻഡ് ഇൻ ദ ഫോം ഓഫ് ഏത് ഫോമിലായാലും, അതിപ്പോൾ ഓൺലൈൻ സെഷൻസ്, ഓൺലൈൻ ക്ലാസ്സസ് ആയാലും അല്ലെങ്കിൽ PowerPoint പ്രസന്റേഷൻ ആയാലും, അങ്ങനെ ഏത് രീതിയിലുള്ള റിസോഴ്സ് മെറ്റീരിയൽസും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഓവർ. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ കമ്മിറ്റ്മെന്റുമാണ്. You should decide that no, this time I will not repeat JIB again. This is the end. I have to finish it this May itself. എന്ന് നിങ്ങൾ ദൃഢ നിശ്ചയെടുത്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും ഞങ്ങൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈവ് ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാൻ പലരും ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. ഓക്കെ, റെക്കോർഡഡ് സെഷൻസ് ആർ അവൈലബിൾ, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതല്ല, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞങ്ങൾക്ക് വി ആർ അവെയർ, അതായത് ബാങ്ക് ജോബിൽ കുറച്ചൊരു എക്സ്ട്രാ ഓഫീസ് സിറ്റിംഗ് ഉണ്ടാവും, ലേറ്റ് സിറ്റിംഗ് ഉണ്ടാവും നമുക്കറിയാം. എസ്പെഷ്യലി ഓഫീസേഴ്സ്, ക്ലറിക്കലിന് അത്രത്തോളം വരുന്നില്ല. ഓഫീസേഴ്സിന് ലേറ്റ് അവർ സിറ്റിംഗ് ഉണ്ട്. ബട്ട് ടൈം മാനേജ്മെന്റ് ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് വരും. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയായാലും ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ബോസിനോടോ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ബോസിനോട് പറയുന്ന ഒന്നായിരിക്കും, ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ IBSന്റെ ക്ലാസ്സിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്, എനിക്ക് ഈ പ്രാവശ്യം JIB ക്ലിയർ ചെയ്യണം. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ക്ലാസ്സിന്റെ ടൈം എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നേരത്തെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോൺഫറൻസിൽ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ കാര്യം ക്ലാസ്സസ് മിസ് ചെയ്യാതിരിക്കുക. ഒരിക്കലും ലൈവ് ക്ലാസ്സസിന്റെ അത്രയും ഒരു ബാക്കിയുള്ള സെഷൻസ് ഒന്നും ശരിയാവുകയില്ല. ലൈവ് ക്ലാസ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ്, നിങ്ങൾക്ക് കിട്ടുന്ന ആ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് റിസോഴ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും ഓരോരുത്തരും
തീരുമാനിക്കുക. ഒരു പേപ്പറല്ല, 2 പേപ്പറല്ല, എല്ലാ 4 പേപ്പറും ഞാൻ ഈ പ്രാവശ്യം ക്ലിയർ ചെയ്തിരിക്കും എന്നുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ രീതിയിലുള്ള ഇൻപുട്സും ഞങ്ങൾ തരുന്നതായിരിക്കും. വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് യു. ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരിലും വിശ്വാസമുണ്ട്. ഞങ്ങളെ ഫാക്കൽറ്റിയിൽ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽസിൽ വിശ്വാസം, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണ്. പിന്നെ നിങ്ങളുടെ ഒരു അർപ്പണ മനോഭാവം, നിങ്ങളുടെ ആത്മാർത്ഥതയും ആണ് ഇതിന് വേണ്ടത്. ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മംഗളങ്ങൾ നേരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ പ്രാവശ്യം JIB ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് that happens for IBS, and I wish you all the best. Thank you. Thank you, sir. Thank you very much for your motivational introduction. നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ ജെയിംസ് സാറുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് റിട്ടയർ ആയതിനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് വളരെ കാലമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. ഇൻഫാക്ട് ടീച്ചിങ് പ്രൊഫഷണൽ എന്ന് പറയുന്നതായിരിക്കും ഇപ്പോൾ കറക്റ്റ്. അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ളവർ തന്നെയാണ് ജെയിംസ് സാറും. ജെയിംസ് സാറ് കൂടാതെ പിന്നെ ഉള്ളത് രവീന്ദ്രനാഥ് സാറാണ്. രവീന്ദ്രനാഥ് സാറും നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹവും പല ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ രവിചന്ദ്രൻ സാറുണ്ട്. ഈ JIB ഏറ്റവും കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസി കൈകാര്യം ചെയ്യുന്നത് അതിന്റെ മേജർ ടോപ്പിക്കും കവർ ചെയ്യുന്നത് നമ്മുടെ രവിചന്ദ്രൻ സാറാണ്. ഇവരൊക്കെയാണ് ഇന്ന് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ളത്. സോ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആരംഭിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ഇതിനു വേണ്ടിയിട്ട് ഈ ക്ലാസ് നമ്മൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ റെഗുലർ ക്ലാസ് 8-നാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ എല്ലാം ഒന്ന് ഗൈഡ് ചെയ്യാനും അവർക്ക് വേണ്ട പ്രയേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ സീനിയർ ഫാക്കൽറ്റീസ് ഉണ്ട്. അവർ ഓരോരുത്തരെയായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആരാണ് ഫസ്റ്റ്? സാർ രവീന്ദ്രനാഥ് സാർ. ഓക്കെ. ഹരി, രവീന്ദ്രനാഥ് സാർ ഉണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജോയിൻ ചെയ്തത് ഇപ്പൊ കണക്ഷൻ പോയെന്ന് തോന്നുന്നു സാറേ. അങ്ങനെയാണെങ്കിൽ രവി സാർ സ്റ്റാർട്ട് ചെയ്തേ. അതെ, അവ പേര് മാറ്റണ്ട, വലിയ മാറ്റം വരുത്തണ്ട. Good morning, good evening friends. Good evening Sri Sadish ji and good evening Siyat sir, James sir. അപ്പം വളരെ ഒരു സന്തോഷമുള്ള മുഹൂർത്തമാണ് ശരിക്കും എന്ന് ഞാൻ പറയുകയാണ്. കാര്യം ഇവന്തോ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അടുത്ത ഒരു JIBയിലേക്ക് കഴിഞ്ഞ ചില പാളിച്ചകളെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു അടുത്ത ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമനമാണല്ലോ. അപ്പോൾ ആ ഒരു മുഹൂർത്തം ശരിക്കും സന്തോഷമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ഈ ഒരു നല്ല തുടക്കമാകട്ടെ. പലപ്പോഴും നിങ്ങൾ ഈ ഒരു വർഷം വരുമ്പോൾ അതിൻ്റെ പ്രഡിക്ഷൻസ് ഒക്കെ പലപ്പോഴും ഈ പേപ്പറിലൊക്കെ വായിക്കാറുണ്ടല്ലോ. ഇപ്രാവശ്യത്തെ പ്രഡിക്ഷൻസ് വളരെ വളരെ നന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു 6 മാസത്തെ പ്രഡിക്ഷൻസ് പല പ്രഡിക്റ്റേഴ്സും വളരെ സൂപ്പറായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ ഒറ്റ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ എഫേർട്ട് കൂടി ആഡ് ചെയ്താൽ അതിൽ 150% പോകുമെന്നാണ്. അപ്പം നമ്മുടെ എഫേർട്ട് എന്നുള്ളത് എല്ലായിടത്തും വളരെയധികം സ്ട്രെസ് ചെയ്ത് പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഒരു ഇതിൽ ഞാൻ പറയാനും നമ്മുടെ ഫ്രണ്ട്സിനോട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും IBS പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ വളരെ ലഘൂകരിച്ചിട്ട് ആ സബ്ജക്റ്റിൻ്റെ എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ അത് എത്തിക്കാമോ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലഘൂകരിച്ച് നമ്മൾ ഓരോ സബ്ജക്ട്സും ഡിസൈൻ ചെയ്ത് അതത് സമയത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് എത്തിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു ചെറിയ എഫേർട്ട് കൂടി ഒരു 25 to 30% എങ്കിലും നമ്മൾ ഡെയിലി ബേസിസ് എഫേർട്ട് ചെയ്താൽ ലാസ്റ്റ് മിനിറ്റിലുള്ള റഷ് നമുക്ക് ഒരുപാട് മാറ്റം ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്നതാണ്, ആദ്യത്തെ ക്ലാസ്സിൽ ഒരു 60-70 പേര് കാണും വീഡിയോ ക്ലാസ്സിൽ. അത് ക്രമേണ ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാണാം. പിന്നീട് ചോദിക്കുമ്പോൾ പറയും, സാർ ഒരു എമർജൻസി ഉണ്ടായിരുന്നു. ഓക്കെ, എമർജൻസി എല്ലാവർക്കും ഉണ്ടാവും, ഇപ്പോൾ ഞങ്ങൾക്കും ഉണ്ടാവും, പലപ്പോഴും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ആ ഒരു ക്ലാസ് മാത്രമേ മിസ് ചെയ്യാവുള്ളൂ, അതിൽ കൂടുതലൊരു ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ക്ലാസ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു റെക്കോർഡഡ് ക്ലാസ്സിൽ അപ്ഡേറ്റ് ചെയ്ത് പോകണം. കാര്യം ഒരു ലൈവ് ക്ലാസ്സിലിരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ ബാങ്കിൽ ജോലി ചെയ്യുന്നവരാണല്ലോ. ബാങ്കിലെ ജോലി പലപ്പോഴും നമ്മൾ അക്കമിട്ട് എഴുതി ഡെയിലി കൊണ്ടുപോകാറുണ്ട്. എനിക്കൊരു 10 ജോലി ചെയ്യാനുണ്ട്.
കൊണ്ടുപോയാൽ നമുക്ക് കൂടിപ്പോയാൽ അന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരു 6 ഐറ്റംസ് ചെയ്യാൻ പറ്റും. 4 പെൻഡിങ് വെക്കും. കാരണം മറ്റ് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ടും മറ്റ് പ്രയോറിറ്റീസ് വന്നതുകൊണ്ടും. പിന്നീട് എന്താ സംഭവിക്കുക? നെക്സ്റ്റ് ഡേ ഈ 4 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ്. പിന്നെ അന്നൊരു 10 കാര്യങ്ങൾ ചെയ്യാൻ കാണും. അപ്പോൾ 14 അന്ന് നമുക്ക് ഒരു 6 7 ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ദിവസത്തേക്ക് നമ്മൾ 7 മാറ്റി വയ്ക്കുകയാണ്. ഇത് തന്നെയാണ് റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ അവർക്ക് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ്. അവസാനം എന്ത് ചെയ്യും? ലാസ്റ്റ് മിനിറ്റിൽ റഷ് ചെയ്യുന്ന രീതിയിൽ 1.5x 2x 3x സ്പീഡിലൊക്കെയാണ് ക്ലാസ് കേൾക്കുന്നത്. പിന്നെ പലതും ഓടിച്ചങ്ങ് വിടുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എഫക്റ്റ്, അത് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നേക്കും. സിയാദ് സാർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പോൾ JIBയും CIBയിലൊക്കെ കുറച്ചുകൂടി എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ IIBF എടുക്കാനുള്ള കാരണം ഇതാണ്. കാരണം നമ്മളൊരു സബ്ജക്റ്റ് വെറുതെ പഠിക്കുന്നു എന്ന് പറയാൻ പാടില്ല. നമ്മൾ പഠിച്ച സബ്ജക്റ്റ് എത്രത്തോളം ബാങ്കിൽ കസ്റ്റമേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ കൊടുക്കേണ്ടത് കസ്റ്റമേഴ്സിനാണല്ലോ. അപ്പോൾ കസ്റ്റമേഴ്സ്, ഉദാഹരണത്തിന് പറയാം, ഒരാൾ വന്ന് TDSന്റെ പ്രൊവിഷൻ ചോദിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ TDS പറഞ്ഞിട്ടുണ്ടാവും. ആ TDS അന്ന് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വേറെ ആരുടെയും സഹായം വേണ്ട. ബാങ്കിൽ TDS ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇത്ര രൂപ വരെയാണ് TDS, 40,000 രൂപ വരെ വേണ്ട, 40,000 മുകളിലാണെങ്കിൽ വേണം, സാറ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 വരെ വേണ്ട. ഇതൊക്കെ കൃത്യമായിട്ട് അക്കമിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്ട്സ് IIBF ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഡേ ടു ഡേ ബാങ്കിങ് വളരെ 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 സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുള്ള ആ സൗകര്യത്തിന് എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുന്നുണ്ട്, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്കൊരു സബ്ജക്റ്റിൽ 4 മോഡ്യൂളാണ് IIBFന്റെ എക്സാമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ 4 മോഡ്യൂൾ സിയാദ് സാർ പറഞ്ഞ പോലെ ഒരു ഫാക്കൽറ്റി അല്ല ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 പേരല്ല JIB ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 പേരെ വെച്ച് JIB CIB, അങ്ങനല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാഴ്ചപ്പാട്. ഓരോ ഫാക്കൽറ്റിക്കും അവർ 10-35 വർഷത്തെ ബാങ്കിങ് സേവനത്തിൽ നിന്നും ആർജിച്ച ആ ഒരു എക്സ്പീരിയൻസ്, അതും ഈ സബ്ജക്റ്റുമായിട്ട് കൂട്ടിക്കലർത്തി അത് പ്രാക്ടിക്കലായിട്ട് ആ ഡെസ്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ആ രീതിയിലാണ് ഇത് ഓരോരുത്തരിലും എത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് 2011 മുതൽ തുടങ്ങിയ ഈ ഒരു സംരംഭം ഇന്നും വിജയിച്ചു പോകുന്നു. അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂടുതൽ ആളുകൾ ചേരുന്നു. ഇതൊക്കെ നമ്മുടെ ആ ഒരു രീതിയെ കാണിക്കുന്നുവെങ്കിലും ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ എടുത്തു നോക്കൂ, അവരുടെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? അവർ രാവിലെ അതിൻ്റെ MD പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന എല്ലാവരും ഇപ്രാവശ്യം പാസ്സാവണേ, എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടണേ. ഫാക്കൽറ്റീസ് അവർ പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പം ഞാനൊരു സബ്ജക്റ്റ് എടുക്കുന്നു, ഞാൻ എടുത്ത സബ്ജക്റ്റിലെ എല്ലാ കുട്ടികളും പാസ്സായെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എനിക്കവിടെ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്രയും കുട്ടികൾ പാസ്സായി കഴിഞ്ഞാൽ അത് അത്രയും ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേൽത്തട്ടിലിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് വളരെയധികം ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന, റെസിപ്രോക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എഫേർട്ട് എടുക്കുക. വേറൊന്നും ചെയ്യേണ്ട. ഞങ്ങളെല്ലാം നിങ്ങളെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണ് 3 മാസത്തേക്ക്. സോ വി ആർ അഡോപ്റ്റിംഗ് യു. ആൻഡ് ഞങ്ങൾ പറയാണ്, ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നെ PPT ഒക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു വാചകം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് സക്സസ് ഷുവറാണ് എന്നൊരു വാചകം ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. എന്താ കാര്യം? നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ് ആണ്, അതിൽ പിന്നെ റൈറ്റ് ഓഫ് ഒന്നുമില്ല, അത് ഞങ്ങൾ കൺഫേംഡ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കാരണവശാലും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. സിയാദ് സാർ ഒരു കാര്യം കൂടി പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിയട്ടെ. അത് ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നില്ല, അത് കറക്റ്റായിട്ട് സാർ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു. അപ്പോൾ അത് പിന്നെയും തിങ്ക് ചെയ്തിട്ട് സമയം കളയാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ന് മുതൽ പഴയ അധ്യായം ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഇന്ന് മുതൽ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് എങ്ങനെ കൊണ്ടുനടക്കാം? 3 മാസത്തെ എഫേർട്ട് മതി. JIB നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കും, യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് ഇന്നത്തെ ഒരു സെഷൻ്റെ പിന്നെ ഉദ്ദേശം കൂടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ക്രോഡീകരിച്ച് എക്സൽ ഷീറ്റിലാക്കി കുറേ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാണ് MD അതിലെ ഈ വർഷത്തെ കരിക്കുലത്തിൽ കുറേ ചേഞ്ചസ് പ്രാക്ടിക്കലായിട്ട് പല കുട്ടികൾക്കും ഉണ്ടായ ചില അനുഭവങ്ങളും അവർക്കുള്ള ചില ഷോർട്ട് കമ്മിങ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാനായിട്ടാണ് ഇപ്രാവശ്യത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ അങ്ങനെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടോട് പറയണമെങ്കിൽ അത് പറയാനുള്ള ഒരു വേദി കൂടിയാണ്. എല്ലാവരും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ സജഷനാണ് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യം. കാര്യം എന്നാൽ മാത്രമേ ഇത് ചൂണ്ടിക്കാണിച്ചാലേ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കാര്യം നമ്മുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ഇത്രയും മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു സബ്ജക്റ്റിൽ തന്നെ 4 മോഡ്യൂളാണ്. അപ്പോൾ 16 ഇത് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ അതിനിതൊക്കെ ഇത് വീതിച്ച് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്.
ചില മോഡ്യൂൾസിന് ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. പുതിയ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടുതൽ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ, കഴിഞ്ഞ ഇതിലെ അനുഭവങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കുന്നതും ഞങ്ങൾ വളരെ പിന്നെ ഫ്രീ, അത് വളരെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് കേൾക്കാൻ തയ്യാറാണ്. ഇത് അതിനുള്ളൊരു വേദിയാണ്, അത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ പ്രാവശ്യം വിജയം ആശംസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സതീഷ് സാർ. സാർ, താങ്ക് യു വെരി മച്ച്. വളരെയധികം ഉന്മേഷം നൽകുന്ന രീതിയിലുള്ള ഒരു ഗൈഡൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ വർഷത്തെ ടീച്ചിങ് എക്സ്പെർട്ടൈസ്, അതിൻ്റെ എല്ലാം ഒരു സത്ത് പോലെയാണ്, ഒരു ക്രീം പോലെയാണ് സാറിന്റെ വാക്കുകൾ ഒഴുകിയെത്തിയത്. ഈ സാറിന്റെ ഇന്നത്തെ ഈ ഒരു സ്പീച്ച് തന്നെ അവർക്ക് ഓരോരുത്തർക്കും നല്ല മോട്ടിവേഷനും നല്ല കോൺഫിഡൻസും നൽകുന്നതായിരിക്കും. കാരണം ആ സംസാരത്തിനകത്തുണ്ടായ ഒരു റിതം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അക്കൗണ്ടൻസി ക്ലാസ് ആണ്, അക്കൗണ്ടൻസി ആണ് കോർ സബ്ജക്റ്റ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എടുക്കുന്ന അധ്യാപകൻ, അദ്ദേഹത്തിന്റെ ഒരു സംസാര രീതി, അല്ലെ ഒരു ഗൈഡൻസിന്റെ രീതി, അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഒരിക്കൽ കൂടി മൊത്തം ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് സാറിന്റെ. കാരണം ഈ IBS എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു അക്കൗണ്ടൻസിയിലെ ഫെയിലിയർ ആയിരുന്നു. എൻ്റെ ലൈഫിന്റെ ആദ്യത്തെ ഒരു ഫെയിലിയർ. ആ അക്കൗണ്ടൻസിയുടെ ഫെയിലിയർ ആണ് ഇങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ സാധ്യമായത്. അപ്പൊ സാറിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഏവരും ഗംഭീരമായി ഇത്തവണ പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഈ സാറിന്റെ ഒരു ഗൈഡൻസ് ഈ നമ്മുടെ പാർട്ടിസിപ്പൻസ് ഇത്തവണ കാര്യമായി വളരെ സീരിയസ് ആയിട്ട് കണ്ട് നമ്മളോടൊപ്പം തന്നെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സാർ. രവീന്ദ്രനാഥ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, രവീന്ദ്രനാഥ് സാർ കണക്ടിവിറ്റി കിട്ടുന്ന ഒരു ഇതാണ്. അപ്പൊ ഇന്ന് സാറൊന്ന് സംസാരിച്ചോട്ടെ. രവീന്ദ്രനാഥ് സാർ. സാർ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആക്ച്വലി ഞാൻ ഇന്ന് വേറെ സ്ഥലത്തല്ല, ഒരു ഫംഗ്ഷനിൽ നടക്കുകയാണ്. ഞാൻ റോട്ടറി ക്ലബിന്റെ ഒരു സെക്രട്ടറി കൂടിയാണ്. റോട്ടറി ക്ലബിലെ നമ്മളൊരു ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ IBS ആയിട്ടുള്ള നമ്മുടെ ആത്മബന്ധം, അത്രയും കാലത്തുള്ള ആത്മബന്ധമാണ് നമ്മൾ സതീഷ് സാറും ബാക്കി എല്ലാവരും ആയിട്ടുള്ളത്. നമ്മുടെ രവീന്ദ്രൻ സാർ പറഞ്ഞത് കേട്ടു. അത്ര ഉള്ളുന്ന് വരുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾക്കറിയാം IABF മുമ്പേ കുറേയും കൂടി പാസ് മാർക്കാണ്. ഇപ്പോഴ് അവർ പറയുന്നത് ഒരു CAB ഒക്കെ പാസ്സാകുമ്പോൾ യു ഹാവ് ടു ബി എ പ്രൊഫഷണൽ. നിങ്ങളൊരു പ്രൊഫഷണൽ ബാങ്കർ ആയിരിക്കണം. നിങ്ങൾ CAB ഒക്കെ പാസ്സാകുമ്പോൾ വെറുതെ പാസ്സായാൽ മാത്രം പോരാ, കുറച്ചുകൂടി അവർ ടഫായിട്ടൊക്കെ ഉണ്ട്. നമ്മൾക്ക് പൊതുവെ നമ്മൾക്കൊരു ഇതുണ്ട്, പ്രൊക്കാസ്റ്റിനേഷൻ. നമ്മൾക്ക് എല്ലാം പിന്നീടേക്ക് മാറ്റി വെക്കുക. നമ്മൾ പഠിക്കേണ്ട സമയത്ത് ചെയ്യാതെ മാറ്റി വെക്കുക. ഇനിയിപ്പോഴും അങ്ങനെ ആകാൻ പറ്റില്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് അതാത് സമയത്ത് പഠിച്ചേ മതിയാകും. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നൽകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ MD നിങ്ങളുടെ കൂടെയുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കോർഡിനേറ്റർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഓരോരാളും ഓരോ IBS ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോരാളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എല്ലാവരും പാസ്സാവണം. അത് മാത്രമാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങളുടെ എഫേർട്ട് ഇടുക എന്നുള്ളത് മസ്റ്റാണ്. ഒന്നും നിങ്ങൾ മാറ്റി വെക്കരുത്. രവീന്ദ്രൻ സാർ നേരത്തെ വളരെ രവീന്ദ്രൻ സാർ ക്ലിയർ ആയിട്ട് പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഇന്ന് ക്ലാസ്സിൽ നമുക്ക് സമയമില്ല, അത് പിന്നെ അറ്റൻഡ് ചെയ്യാം. പിന്നെ ആ വൈബ് നിങ്ങൾക്ക് കിട്ടില്ല. ക്ലാസ് നടക്കുമ്പോൾ, സാറ് ക്ലാസ് എടുക്കുമ്പോൾ അപ്പോഴ് കിട്ടുന്ന അതേ വൈബ് നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ കിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അപ്പോഴ് തന്നെ നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കാം, അപ്പോഴ് തന്നെ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചെറുതോ വലുതോ ഒന്നും നോക്കണ്ട, അത് അതിനകത്ത് പോസ്റ്റ് ചെയ്യുക. അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോഴ് തന്നെ അത് ക്ലിയർ ചെയ്യാം. അഥവാ ക്ലിയർ ചെയ്യില്ലെങ്കിൽ നിങ്ങളെ കോർഡിനേറ്റർ അതാത് ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്താണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സപ്പോർട്ടും, നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് വേണം അതൊക്കെ തരാൻ വേണ്ടിയിട്ട് IBSന്റെ MD മുതൽ കോർഡിനേറ്റർ മുതൽ ഫാക്കൽറ്റി മുതൽ എല്ലാവരും ഇവിടെ റെഡിയാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചും കൂടി എഫേർട്ട് ഇട്ടാൽ ഡെഫിനറ്റ്ലി ഇപ്രാവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും JAB പാസ്സാകാൻ പറ്റും. 4 മാസം ഉണ്ട്, 4 മാസം ഇറ്റ് ഇസ് ഇനഫ്. അത് കുറച്ചുകൂടി എഫേർട്സ്, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടി എഫേർട്സ് എടുക്കുക.
നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കിട്ടും. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ കിട്ടിയിട്ട് നമ്മൾക്ക് ഡെഫിനറ്റ്ലി ആരും 100% പെർഫെക്റ്റ് അല്ല. എപ്പോഴും നമുക്ക് ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഫർദർ ഇംപ്രൂവ്മെന്റ്. നമ്മുടെ ഫർദർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് IBSും ഇവിടുത്തെ ഫാക്കൽറ്റീസും ഇവിടുത്തെ ഓരോരോ ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളും കൂടി സഹകരിക്കുക. നമ്മൾക്ക് എല്ലാം ചേർന്നിട്ട് ലെറ്റ് us ensure that this time it is one of the best result for IBS. താങ്ക് യു ഓൾ. താങ്ക് യു സതീഷ് സാർ. ഞാനൊരു ഫംഗ്ഷനിൽ ആയതുകൊണ്ടാണ്, ഞാൻ ഒരു ക്ലബിലാണ് ഉള്ളത്, അതുകൊണ്ടാണ്. താങ്ക് യു വൺസ് അഗൈൻ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. താങ്ക് യു വെരി മച്ച് രവീന്ദ്രനാഥ് സാർ. താങ്ക് യു സാറിന്റെ ഇന്നത്തെ ഒരു എന്താ സോഷ്യൽ വർക്കിന് സോഷ്യൽ ഇൻവോൾവ്മെന്റ് ഇടയ്ക്കും സാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഗുഡ് വിഷസ് നേർന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഈ റിട്ടയർമെന്റ് കഴിഞ്ഞ് നാനാവിധ ആക്ടിവിറ്റീസിൽ വളരെ സജീവമായി ഇരിക്കുന്നതെന്ന് കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ് തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ജെയിംസ് സാർ. ഗുഡ് ഈവനിങ് ടു ഓൾ. മോസ്റ്റ് respected Sadish sir, Rahman sir, Ravichandra sir, Ravindranath sir, Biju and Hari and my dear bankers. ഒരു മിക്സഡ് ഫീലിംഗ് ആണ് എനിക്കുള്ളത്. കാരണം എനിക്കറിയാം ഈ അറ്റൻഡ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് എല്ലാം ഈ കഴിഞ്ഞ എക്സാമിന് ഫെയിൽ ആയതാണ്. സോ നാച്ചുറലി നിങ്ങൾക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവും. At the same time, we are entering to a new year. Happy New Year to all of you. പുതിയ ഡിസിഷൻസും പുതിയ തീരുമാനങ്ങളോടെ നമുക്ക് ഈ പുതുവർഷത്തെ നമുക്ക് എതിരേൽക്കാം. ആസ് എ ഫാക്കൽറ്റി എനിക്ക് ഈ ആസ്പിറൻസിൻ്റെ അടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്പർ 1, നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അതിന്റെ സിലബസ് എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്, എക്സാമിനേഷന്റെ പാറ്റേൺ എന്താണ്, ഇത് നല്ലൊരു അവബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഐ തിങ്ക് നിങ്ങൾക്ക് അതുണ്ടാവും. രണ്ടാമത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ എക്സാമിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. യു ഷുഡ് ഹാവ് എ ഗെയിം പ്ലാൻ. നമ്മൾ എന്തൊരു ഒരു ജോലിയിലേക്കാണെങ്കിലും വാട്ട് എവർ മേ ബി നമ്മളൊരു പുതിയ അസൈൻമെന്റ് എടുക്കുമ്പോൾ യു ഷുഡ് ഹാവ് അതിനൊരു നമുക്കൊരു റോഡ് മാപ്പ് ഉണ്ടാകണം. ആ മാപ്പിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അതുപോലെ യു ഷുഡ് ഹാവ് എ ഡെഫിനിറ്റ് പ്ലാൻ, ഒരു സ്റ്റഡി പ്ലാൻ അത്യാവശ്യമാണ്. നമ്മൾ ഈ IABFന്റെ എക്സാമിനെ കുറിച്ച് ഐ വാസ് അസോസിയേറ്റിംഗ് വിത്ത് IBS ഫോർ ദ ലാസ്റ്റ് ഐ തിങ്ക് more than 10 years. 2022 വരെ ഈ JAB അല്ലെങ്കിൽ CAB എന്ന് പറയുന്നത് ഒരു അത്ര ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിരുന്നില്ല. ഇപ്പോഴ് 23 മുതലാണ്, 23-ൽ 2 സീസൺ 2 എക്സാം കഴിഞ്ഞു. ദേ ഹാവ് ചേഞ്ച്ഡ്. അവരതിനകത്ത് കുറേ റീസ്ട്രക്ചർ കൊണ്ടുവന്നു, പേപ്പേഴ്സ് ആഡ് ചെയ്തു, ടോപ്പിക് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്നേരം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ദേ വാണ്ടഡ് ടു മേക്ക് ഇറ്റ് റിയൽ പ്രൊഫഷണൽ ഡിഗ്രി. അപ്പം ഞങ്ങളൊക്കെ എഴുതിയ സമയത്ത് സതീഷ് സാറും ഞാനും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ കയറിയ സമയത്ത് എഴുതിയപ്പോൾ നമുക്ക് ഈ അന്നത്തെ ആ പാറ്റേൺ ഒന്നും അല്ല ഇന്ന്. അന്ന് എക്സാം പാസ്സാകുന്ന കുറച്ചുകൂടെ വിഷമമായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഇത്രയും സപ്പോർട്ടൊന്നുമില്ല. ബട്ട് ഇന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. മാത്രമല്ല ഒബ്ജക്റ്റീവ് ആണ് അവർ തരുന്നത്. അന്നേരം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും 4 ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് 2 എണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 2 എണ്ണത്തിനകത്ത് ഒരു സർക്കസ് കാണിച്ച് കറക്റ്റിലേക്ക് എത്തുന്ന പല ടെക്നിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം നിങ്ങളെല്ലാം ബാങ്കിലേക്ക് ജോയിൻ ചെയ്ത് ഒബ്ജക്റ്റീവ് എക്സാം പാസ്സായിട്ടുകൊണ്ടാണല്ലോ. അന്നേരം അതിൽ നിന്ന് വീണ്ടും വിഭിന്നമായിട്ട് ഈ കഴിഞ്ഞ 2023 മുതൽ അവർ വീണ്ടും ഒബ്ജക്റ്റീവിന്റെ കൂടെ ഒരു പാർട്ട് സബ്ജക്റ്റീവ് കൊണ്ടുവന്നു. സോ ദർ ഇസ് നോ ഓപ്ഷൻ, യു ഹാവ് ടു റൈറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ റിയൽ പ്രൊഫഷണൽ ഡിഗ്രി. നമ്മൾ ഒരു CAയുടെ ഒരു എക്സാം എഴുതുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എത്ര, പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംഗിൾ ഡിജിറ്റ്, 4%, 5%, അതിൽ കൂടുതൽ വരത്തില്ല. അന്നേരം ഓൾ ഇന്ത്യ ലെവലില് നമ്മൾ IBS വിടുക, IABFന്റെ ഓൾ ഇന്ത്യ പാസ് പെർസെൻറ്റേജ് ഏകദേശം അത്രയ്ക്കേ ഉള്ളൂ. ബട്ട് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. ഐ വാസ് ഈവൻ 2022 വി ഡിഡ് വെൽ. എനിക്കറിയാം നമ്മള് അതായത് വളരെ വളരെ കുറച്ച് എഫേർട്ട് എടുത്ത് കുട്ടികൾ പാസ്സായി. ബിക്കോസ് പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, IBSന്റെ ഈ PPTയും ഈ മാത്രം ക്ലാസ്സും കൊണ്ട് മാത്രം ഞാൻ ജയിച്ചെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇന്നത് നടക്കില്ല. ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ മാറി. They are making the examination little more elaborate. അതായത് നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം.
അല്ലാതെ നമുക്ക് വളരെ ഷോർട്ട് കട്ടായിട്ട് ഒരു മാസത്തെ പ്രിപ്പറേഷൻ, ലാസ്റ്റ് 2 വീക്ക് പ്രിപ്പറേഷൻ കൊണ്ട് ഈ എക്സാം പാസ്സാകുന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് റോങ്. ഞാൻ ആദ്യമേ അത് പറയാം. അന്നേരം നമുക്ക് എന്താ വേണ്ടത്? യു ഷുഡ് ഹാവ് എ ക്ലിയർ ഗെയിം പ്ലാൻ. നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് പോകേണ്ടത്? അതിന് ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി ഉള്ള BCom MCom ഒക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അക്കൗണ്ടൻസി പേപ്പർ കുറച്ച് ഈസി ആയിരിക്കാം. അതെല്ലാം ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് മാത്തമെറ്റിക്സ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ കുറച്ച് എളുപ്പമായിരിക്കും. സയൻസ് ഇവിടെ വരുന്നില്ല, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ അവർക്ക് ഈസി ആയിരിക്കാം. ഒരു MBA-കാരന് അതേപോലെ തന്നെ കുറെ മാനേജ്മെന്റിന്റെ അതൊക്കെ ഈസി ആയിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഏതൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും 1-2 പോർഷൻസ് അവർക്ക് ടഫ് ആയിരിക്കും. സോ നമ്മൾ ആ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം 4 പേപ്പറാണുള്ളത്. 4 പേപ്പർ, ഓരോ പേപ്പറിലും 4 മൊഡ്യൂളാണുള്ളത്. ഇനി ഓരോ മൊഡ്യൂളിലും ഓൾമോസ്റ്റ് 8 to 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന അക്കൗണ്ടൻസിയുടെ ആ ഒരു പേപ്പറിൽ C മൊഡ്യൂള് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ് എന്ന പേപ്പറിന്റെ C മൊഡ്യൂളാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. ഞാൻ അതിൽ നേരത്തെ ഓൾമോസ്റ്റ് സെയിം ടോപ്പിക് 6 ചാപ്റ്റർ എന്നുള്ളത് ഇന്ന് 10 ചാപ്റ്റേഴ്സ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, 10 ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ്. 4 സെഷൻ 5 സെഷൻ കൊണ്ടാണ് തീർക്കേണ്ടത്. ആൻഡ് 1.5 hours ഒരു സെഷനാണ്. സോ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു കവർ ദ എൻറ്റയർ തിങ്. അന്നേരം ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകേണ്ടത്? ഇതിലേക്ക് ബിക്കോസ് നമുക്ക് കൂടുതൽ ടൈം എടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്ക് ഇത് പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. മെയ് 2nd week എക്സാം ആണ്. ദാറ്റ് മീൻസ് യു ഹാവ് 4 months now ahead of you. It's enough if you start it now. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ JB-യുടെ ഒരു ബ്രോഡ് ഐഡിയ നിങ്ങളുടെ മനസ്സിൽ, ബിക്കോസ് ഓൾറെഡി യു അപ്പിയർഡ് ദ എക്സാമിനേഷൻ. സോ യു ഹാവ് എ ബ്രോഡ് ഐഡിയ. അന്നേരം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ക്ലിയർ ആയിട്ടൊരു മാപ്പ് ഉണ്ടാക്കുക. നമുക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ ഇതിലേക്ക് മാറ്റി വെക്കണം. ചില കുട്ടികൾക്ക് ക്ലാസ് ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1 മണിക്കൂറിന്റെ പ്രിപ്പറേഷനും മതിയാവുള്ളായിരിക്കും. ബട്ട് ഓരോരുത്തർ ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, റെഗുലർ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഒരൊറ്റ ക്ലാസ് മിസ്സാകരുത്. ഫാക്കൽറ്റീസ് ഒക്കെ പറഞ്ഞു, നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. കാരണം നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് സൗകര്യമായിട്ടിരുന്ന് കേൾക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക. ദറ്റ് ഈസ് നമ്പർ 1. ഇനി ലൈവ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴപ്പോഴുള്ള ക്ലാരിഫിക്കേഷൻ, ഡൗട്ട്സ് അപ്പം തന്നെ ഫാക്കൽറ്റിയുടെ അടുത്ത് either at the end of the session or in between will give, എല്ലാ ഫാക്കൽറ്റീസ് അതിന് സമയം തരുന്നുണ്ട്. യു ക്യാൻ റേസ് ഇറ്റ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അന്നേരം ഐ റെക്കമെൻഡ് യു ടു അറ്റൻഡ് ദ ക്ലാസ്. ഇനി വേണ്ടത്, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം ആയില്ല. എനിക്കറിയാം, ഈ എക്സാമിന്റെ ഒക്കെ ഒരാഴ്ച മുൻപ് പോലും എൻ്റെ അടുത്ത് സാർ ആ PPT വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഐ വാസ് ജസ്റ്റ്, ഞാൻ വണ്ടർ ചെയ്യാണ്. കാരണം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് PPT എന്ന് പറയുന്നത് എന്താണ്? PPT എന്ന് പറയുന്ന ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. കാരണം ഒരു ടോപ്പിക്കും അതിനകത്ത് മിസ്സായരുത്. കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് മാക്സിമം നമുക്ക് ആ വിഷ്വൽ മീഡിയ കൂടെ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓഡിയോ മാത്രമല്ലാതെ ആ ബോർഡിലും കൂടെ, വൈറ്റ് ബോർഡിലും കൂടെ നിങ്ങളെ അത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയും. അതിന് വേണ്ടിയിട്ട് ഒറ്റ ടോപ്പിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് PPT ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് ആൻഡ് ദ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡഡ് ബൈ നമ്മുടെ IBS ഓർ ദ ടെക്സ്റ്റ് ഇഷ്യൂഡ് ബൈ മാക്മിലൻ IIBF-ന്റെ ടെക്സ്റ്റ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് പഠിക്കുക. പിന്നെ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് പോകാം. ലാസ്റ്റ് മിനിറ്റിൽ, അവസാനത്തെ നിമിഷങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ PPT പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ PPT മാത്രം നോക്കിയതുകൊണ്ടോ നിങ്ങൾ എക്സാമിനേഷന് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇന്ന് ഇവരുടെ എക്സാമിന്റെ നിങ്ങൾക്കറിയാം 100 ക്വസ്റ്റ്യൻ ആണ്, 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻ ആണ് ഓരോ പേപ്പറും. ഒരു കുട്ടിക്കും ഈ 100 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സമയം കിട്ടത്തില്ല. ബിക്കോസ് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് IIBF തന്നെ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു വൈബ് നമുക്ക് കിട്ടും. എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത്, ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഈ മോക്ക് ടെസ്റ്റ് എത്ര പേര് എഴുതുന്നുണ്ട്? നമ്മൾ IBS മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? ഐ ഡൗട്ട്. നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. എത്ര പേര് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? ഐ ഡൗട്ട്. വളരെ കുറച്ച് പേര് മാത്രമേ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത, പ്രയോജനം എന്ന് പറയുന്നത്, നമ്പർ 1, എമംഗ് യുവർ സെൽഫ് നിങ്ങൾക്ക് ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
ഒരാളൊരു സംശയം ഇടുന്നു, മറ്റൊരു കുട്ടി അത് ഞാൻ ചില ഗ്രൂപ്പിൽ കാണാറുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ആൻസർ ഇടുന്നു. സി അങ്ങനെ നിങ്ങൾക്ക് തന്നെ നോളജ് ക്യാൻ ബി ഷെയർഡ്. അറ്റ് ദ സെയിം ടൈം ചില ക്വസ്റ്റ്യൻസ് ചിലപ്പം ഈ പാർട്ടിസിപ്പൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത, ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വരും. ഡെഫിനറ്റ്ലി ആ സമയത്ത് ഫാക്കൽറ്റി നിങ്ങളെ സഹായിക്കാൻ എത്തുന്നുണ്ട്. ഫാക്കൽറ്റി ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ആൻസർ, കൺസേൺഡ് ഫാക്കൽറ്റി അതിന്റെ ആൻസർ നിങ്ങൾക്ക് തരും. സോ ഇതൊന്നും ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇന്നത്തെ ജനറേഷൻ, നിങ്ങൾ പറയും ഓൾഡ് ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയും. ഇന്നത്തെ ജനറേഷന്റെ ഒരു പാറ്റേൺ നമ്മൾ, ഇൻക്ലൂഡിങ് മൈ ചിൽഡ്രൻ, നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, സി ദേ വാണ്ടഡ് ടു ടേക്ക് ദ മിനിമം എഫേർട്ട്. ടേക്ക് ദ മിനിമം എഫേർട്ട്, റീപ് ദ മാക്സിമം ബെനിഫിറ്റ്. അതാണ് ഇന്നത്തെ ട്രെൻഡ്. സി യു ഹാവ് ടു അത് മാറ്റണം. നമുക്ക് വേണ്ടത് സബ്ജക്റ്റിന്റെ നോളജാണ്. IABF ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ എക്സാമിൽ ചേഞ്ച് കൊണ്ടുവരുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? നിങ്ങൾ JAB അല്ലെങ്കിൽ CAB പാസ്സായി കഴിയുമ്പോൾ യു ആർ എ professional, you have a professionally qualified banker. You should be able to answer the questions. ഒരു കസ്റ്റമർ വന്നൊരു കാര്യം ചോദിച്ചാൽ, എനിക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് ലണ്ടനിൽ പഠിക്കുകയാണ്, ഐ വാണ്ട് റെമിറ്റ് 10,000 GBP ഓർ യൂറോ അയക്കണമെന്ന് പറഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ തമ്പറൂൾ എടുത്തിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്ന കാണിക്കും. ആസ് എ ബാങ്കർ മാനേജർ എടുത്ത് പോകും, അല്ലെങ്കിൽ അക്കൗണ്ട് എടുത്ത് പോകും. അതല്ല, നിങ്ങൾ CAB പാസ്സാകുകയാണ് അല്ലെങ്കിൽ JB പാസ്സായി കഴിഞ്ഞാൽ ആ റിലവന്റ് ടോപ്പിക്കിൽ നമ്മൾ അതോറിറ്റി ആയിരിക്കണം. ഡിസിഷൻ എടുക്കാനായിട്ട് മറ്റൊരാളുടെ സഹായത്തിന് പോകാതെ എടുക്കാനുള്ള കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഇപ്പം എക്സാമിനേഷന്റെ പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, IABF ഇസ് നോട്ട് ഫോളോയിങ് എ ഡെഫിനിറ്റ് പാറ്റേൺ. 4 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും കൃത്യമായിട്ട് 25 മാർക്കിന്റെ ക്വസ്റ്റൻ ഒന്നല്ല അവർ ചോദിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് 20, അടുത്തതിന് 30 ആയിരിക്കും. ഇനി നമുക്ക് കേസ് സ്റ്റഡിയും തിയറിയും കൂടെ കമ്പയർ ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ കേസ് സ്റ്റഡി ആയിരിക്കും ചോദിക്കാം, പ്രോബ്ലംസ് ആയിരിക്കും, ന്യൂമറിക്കൽസ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ന്യൂമറിക്കൽസ് കുറവാണെന്നാണ് ഞാൻ കേട്ടത്. തിയറി ആയിരിക്കും കൂടുതൽ. അന്നേരം ഒരു പ്രാവശ്യത്തെ എക്സാം നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ആ സമയത്ത് തിയറി ആണെങ്കിൽ അടുത്ത പ്രാവശ്യം കുട്ടികൾ എല്ലാവരും തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ചോദിക്കുന്നത് കേസ് സ്റ്റഡീസും ന്യൂമറിക്കൽസും ആയിരിക്കും. അടുത്ത പ്രാവശ്യം ഉടനെ ന്യൂമറിക്കൽസ് കോൺസെൻട്രേറ്റ് ചെയ്യും, ചോദിക്കുന്ന തിയറി ആയിരിക്കും. സോ യു ഷുഡ് ഹാവ് എൻ ഇക്വേഷൻ. നമുക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും അത് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ദിസ് 4 months is enough, provided you utilize it effectively. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എങ്കിൽ കൂടി കഴിഞ്ഞ എക്സാമിനേഷന് യു ഷുഡ് ഹാവ് എൻ ഇൻട്രോസ്പെക്ഷൻ. എവിടെയാണ് നമുക്ക് പഠിച്ചിട്ട് റിയലി നിങ്ങൾ ബൈ ടച്ചിങ് യുവർ ഹാർട്ട്, ക്യാൻ യു ടെൽ മീ, ഞാൻ എൻ്റെ എല്ലാ എഫേർട്ടും എടുത്ത് മാക്സിമം ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് പാസ്സായില്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഐ ഡൗട്ട്. നിങ്ങൾ അന്നേരം വളരെ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടാവുള്ളൂ. ഈ PPTയും അല്ലെങ്കിൽ വളരെ കുറച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ അവസാനത്തെ ഒരാഴ്ച പ്രിപ്പയർ ചെയ്ത് പോയതുകൊണ്ട് ഈ എക്സാം പാസ്സാകാൻ കഴിയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. Prior to 2022, it might be possible, but now it's not possible. They have changed the pattern. So you have to be very serious. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, റെഗുലർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ടോപ്പിക് പഠിച്ചു, ഫോർ എക്സാമ്പിൾ കാര്യം പലതും നമുക്ക് ഡേ ടു ഡേ ബാങ്കിങ്ങിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെസ്കിൽ സേവിങ്സ് ബാങ്ക് കൗണ്ടറിലോ ക്യാഷ് ക്രെഡിറ്റിലോ ഡെപ്പോസിറ്റിലോ ഒക്കെ ആയിരിക്കും പലരും ഇരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് ഡേ ടു ഡേ ബാങ്കിൽ അറിയില്ല. സോ യു ഹാവ് ടു റിവൈസ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഒരു അരമണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റണം. റെഗുലർ സ്റ്റഡി വേണം. അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. നമുക്കറിയാം നിങ്ങളെല്ലാം ബാങ്കേഴ്സ് ആണ്, എല്ലാവരും തിരക്കാണ്. രാവിലെ പലരും 8 മണിക്കൊക്കെ പോയിട്ട് രാത്രി 7 മണിക്ക് 8 മണിക്ക് തിരിച്ചു വരുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടാവും. ബട്ട് ഈ ഉള്ള സമയത്ത് നിങ്ങൾ ട്രെയിനിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ആ 1 മണിക്കൂർ ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പഠിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ള ടൈം മാനേജ്മെന്റ് വളരെ ആസ് എ ബാങ്കർ നിങ്ങളുടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം നമുക്കുള്ള 24 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ ഇപ്പോഴത്തെ സെറ്റപ്പിൽ 4 മാസമാണ് നിങ്ങൾക്കുള്ളത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസമുണ്ട്. മെയ് 2nd വീക്കിലാണ് എക്സാം. സോ 4 full months നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 120 ഡേയ്സിൽ നിങ്ങളൊരു ചാർട്ട്, ഗെയിം പ്ലാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതനുസരിച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഒരു ദിവസം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ സെറ്റ് ചെയ്താൽ ചില ദിവസങ്ങളിൽ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഗ്രൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി കമ്പൽഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും. സോ യു ഷുഡ് കോമ്പൻസേറ്റ്. അത് അടുത്ത ഏതെങ്കിലും സാറ്റർഡേ സൺഡേയിൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ക്ലിയർ ഗെയിം പ്ലാൻ ഉണ്ടാക്കുക. വർക്ക് ഹാർഡ്. ഇത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റാത്ത ഒരു എക്സാം ഒന്നുമല്ല. പ്രൊവൈഡഡ് യു ഹാവ് എ വിൽ.
ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാമിനേഷൻ ടഫ് ഒന്നുമില്ല. നമുക്ക് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും സംശയങ്ങൾ അപ്പോഴപ്പോഴുള്ളത് ദൂരീകരിച്ച് എല്ലാ ഫെസിലിറ്റീസും IBS പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അടുത്ത എക്സാം നിങ്ങൾ മെയിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക്, എൻ്റെ പ്രതീക്ഷ, നിങ്ങൾ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് പാസ്സാകും. നമ്മുടെ ഭാഗത്തുള്ള, അതായത് നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുള്ള ലാക്സിറ്റി അല്ലെങ്കിൽ അനാസ്ഥ അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയാതെ വന്ന പല ഫാക്ടേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് അസുഖമായി കാണും, അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ചിൽ ഓഡിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് റീസൺസ് ധാരാളം കണ്ടെത്താൻ പറ്റും. പക്ഷേ ആ റീസൺസ് അല്ല, യു ഷുഡ് ഫൈൻഡ് സൊല്യൂഷൻസ്. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. ഡെഫിനറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ്സാകാൻ പറ്റും. വി ആർ വിത്ത് യു ആസ് ഫാക്കൽറ്റീസ് ഓർ ആസ് IBS. വി ആർ വിത്ത് യു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ള ആ ഒരു പ്രിപ്പറേഷനും ആ ഒരു എഫേർട്ടും കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തവണ JAB ക്ലിയർ ചെയ്തിട്ട് അടുത്ത ഡിസംബറിൽ CABക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ഓഫ് യു. നിങ്ങളുടെ സജഷൻസ് പറയാനുള്ള, ഇനിയിപ്പോൾ നിങ്ങളുടെ ഓപ്പൺ സെഷനിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമ്മൾ വെൽ ടേക്കൺ ആയിരിക്കും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ചെയ്തിരിക്കും. നിങ്ങളുടെ ആസ്പിറേഷൻസിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സർ. താങ്ക് യു ജെയിംസ് സർ. താങ്ക് യു വെരി മച്ച്. ഇൻഫാക്ട് സാറ് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ 10 വർഷത്തിലേറെ IBSനോടൊപ്പം ആയിരക്കണക്കിന് ബാങ്കേഴ്സിനെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും 100 കണക്കിന് ബാച്ചുകൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എടുത്തിട്ടുള്ള സാറിൻ്റെ ഈ ഓരോ വാക്കുകളും എനിക്ക് പറയാനുള്ള ഒരു മുത്തുമൊഴി മണി പോലെയാണ്. ഇൻഫാക്ട് കാരണം ഓരോ വേർഡിലും അവർക്ക് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്, അതിനുവേണ്ടി എടുക്കേണ്ട ഉള്ള സമീപനം എന്താണ്, ഇതെല്ലാം ഓരോരോ വേർഡുകളിലുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സെന്റൻസിലല്ല, ഓരോ വേർഡ്സിലും ഉണ്ട്. സോ തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, IBS ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇങ്ങനെ പറയാൻ എനിക്ക് ധൈര്യം നൽകുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാർട്ടിസിപ്പൻസിനെ അഡ്രസ് ചെയ്ത IBSന് ക്ലാസ്സുകൾ എടുക്കുന്ന നമ്മുടെ ഓരോ ഫാക്കൽറ്റിയെയും മുൻനിർത്തിയാണ്. ഐ എം റിയലി പ്രിവിലേജ് ടു വർക്ക് വിത്ത് the senior executives and professionals, banking professionals. Thank you very much, sir. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു വേദി കൂടിയായി എന്നുള്ളത് ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പം തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളുടെ നമ്മൾ ഏകദേശം 60ഓളം പേരുണ്ടായിരുന്നു, 50 പേരായി. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം നമ്മളോടൊപ്പം നിൽക്കാനേ ഞാൻ പറയുന്നുള്ളൂ. ആക്ച്വലി ഞാൻ അടുത്ത കാലങ്ങളിൽ വെക്കുന്ന ഒരു പരാതി, ബെനിഫിഷ്യറീസിന് നമ്മളെ ശരിക്കും പറഞ്ഞ നമ്മൾ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന അത്ര പോലും വരാൻ സാധിക്കുന്നില്ല. കാരണം സമയക്കുറവ്, മറ്റു പല കാര്യങ്ങൾ, ഓഫ്കോഴ്സ് പല കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ ജെയിംസ് സാറ് പറഞ്ഞതുപോലെ റീസൺസിനേക്കാളും സൊല്യൂഷൻസിലേക്ക് എത്തേണ്ടതിന്റെ ആവശ്യകത. അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ടൈം പീരീഡ് നമ്മളോടൊപ്പം നിന്ന് എനിക്ക് പറയാനുള്ളത് അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റിനെ പറ്റിയാണ്. JIBയും CIBയും തീർച്ചയായും ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഒരു ബാങ്കർക്ക്. ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ JIB പാസ്സായിട്ടില്ല അഥവാ CIB പാസ്സായിട്ടില്ല എന്ന് ആരും പ്രൗഡായിട്ട് പറയില്ല. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട എന്ന് ആരും പറയില്ല. ദുഃഖത്തോടുകൂടി മാത്രമേ പറയുള്ളൂ. അപ്പൊ JIBയും CIBയും പാസ്സാവുന്നു എന്ന് പറയുന്നത് പ്രൗഡായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. അത് നമ്മുടെ ഇൻക്രിമെന്റ് എന്നുള്ളത് മാത്രമല്ല, മറ്റ് എല്ലാ അർത്ഥത്തിലും നമ്മളോടൊപ്പം അടുത്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തിന് മുമ്പിൽ പോലും നമ്മളോട് സാധാരണ രീതി സംസാരിക്കുന്നെങ്കിലും CIB കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്കുണ്ടാവുന്ന കുറവും CIB കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു വാല്യൂ തികച്ചും വലിയ അന്തരം തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇവിടെയാണ് അച്ചീവ്മെന്റ്. അപ്പൊ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് എത്തുന്നതല്ല. അപ്പം JIBയും CIBയും ബാങ്കേഴ്സിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഏതൊരു അച്ചീവ്മെന്റും അത്ര നിസ്സാരമായിട്ട് കൈവരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊരു ഡിസയറിൽ കൂടി തുടങ്ങുന്നതാണ്, ഒരു ആഗ്രഹത്തിൽ കൂടിയാണ് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ ആഗ്രഹത്തിനും അച്ചീവ്മെന്റിനും ഇടയ്ക്ക് ഒരു ജേർണി ഉണ്ട്. അത് ചിലപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണോ, ഏത് അച്ചീവ്മെന്റ് ആണോ നമ്മൾ ട്രൈ ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, അതിന്റെ വാല്യൂ അനുസരിച്ച് അതിനുള്ള ആ കാലദൈർഘ്യത്തിൽ മാറ്റം ഉണ്ടാവും.
ഇവിടെ നമുക്ക് ആദ്യമേ JIB പാസ്സാകണം എന്ന ഡിസയർ, പിന്നീട് CIBയും കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഡിസയർ ആണ്, ഇത് വേണം. പക്ഷെ അതൊരു അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന ഒരു വലിയൊരു കണ്ടിന്യൂസ് സംഗതിയാണ് എഫേർട്ട് എന്ന് പറയുന്നത്. അത് പ്ലാൻഡ് എഫേർട്ട് എന്ന് പറയുന്നത്. എഫേർട്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലാൻഡ് ആയിട്ടുള്ള എഫേർട്ട് തന്നെയായിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്ലാൻഡ് എഫേർട്ട് ഒരിക്കലും നമുക്ക് നേട്ടങ്ങളല്ലാതെ ഒരിക്കലും നഷ്ടവും നമുക്ക് വരുത്തി വെക്കില്ല. അപ്പൊ എനിക്ക് ഇന്ന് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു അച്ചീവ്മെന്റ് ആണ് ബാങ്കിങ്ങിൽ ഒരു JIB CIB അത് നമ്മൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ്, ഒരു എഫേർട്ട് നമ്മളിൽ നിന്നും വേണം. എനിക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് കാരണം എനിക്ക് നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കാൻ, കാരണം ഈ ബാച്ച് നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യമായിട്ട് IBSന്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം, കഴിഞ്ഞ ബാച്ചിൽ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് എക്സാം എഴുതി പാസ്സാകാൻ കഴിയാതെ പോവുകയോ എക്സാം എഴുതാതിരിക്കുകയോ ചെയ്തിട്ടുള്ളവരുണ്ട്. രണ്ടുപേരെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ആദ്യമേ വെക്കുന്നത്. ഇത് ഫസ്റ്റ് മീറ്റിംഗ് ആണ് അത്തരത്തിലുള്ള. ഇതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാമായിരുന്ന, നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഷോർട്ട് കമ്മിങ് അവിടെ നിൽക്കട്ടെ. കാരണം ഇത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് പല ബാങ്ക്, പല ഏജ് ഗ്രൂപ്പ്, പല കേഡറിലുള്ള പല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവും. ഒരാളുടെ റിക്വയർമെന്റ് അല്ല മറ്റൊരാളുടെ റിക്വയർമെന്റ്, അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്കതെല്ലാം കേൾക്കാനും അതിൽ വേണ്ടിയിട്ടുള്ള ന്യായമായ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് സാധിക്കും അവിടെയൊക്കെ നമുക്കത് ആ ഗ്യാപ്പ് എങ്കിൽ അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായി മാറ്റി മെയ്യില് നമ്മൾ നടക്കുന്ന എക്സാം നമ്മൾ ജയിക്കണം. ആ രീതിയിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പാസ്സാവുമ്പോൾ നിങ്ങളോടൊപ്പം സന്തോഷിക്കാനും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങളുടെയും ഒരു പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് കണ്ടിന്യൂസ് എഫേർട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഫാക്കൽറ്റീസ് രാവിലെ 5:15 ആകുമ്പോൾ ബാച്ചിൽ വരുന്നു, 5:30 ആകുമ്പോൾ ഷാർപ്പ് ക്ലാസ് ആരംഭിക്കുന്നു. അപ്പം ഇവരോടൊപ്പം ഓൾമോസ്റ്റ് ബാച്ചുകളിൽ 90% നമ്മൾ 95% ക്യാൻസൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടിന്യൂസ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എവിടെയാണോ ഒരു ചെറിയ ഷോർട്ട് കമ്മിങ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാനും എന്നോടൊപ്പമുള്ള അക്കാഡമിക് ഡയറക്ടർ, മറ്റു ഫാക്കൽറ്റീസും IBSന്റെ കോർഡിനേറ്റേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നിൽക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. കാരണം നമ്മൾ ഇത്തവണ വീണ്ടും കൂടിയിരിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു ചെറിയ ലക്ഷ്യമല്ല. ചെറിയ ലക്ഷ്യം എന്ന് പറയുന്ന ടഫ്നെസ് കൊണ്ടല്ല ചെറിയ ലക്ഷ്യമല്ല എന്ന് പറഞ്ഞത്, അതിന്റെ മൂല്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ചെറിയ ലക്ഷ്യമല്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഓപ്പൺ ഫോറം ആണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീഡിയോയ്ക്ക് പിന്നിലായതുകൊണ്ട് അതായത് വീഡിയോ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വാക്കുകൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ പതിവായിട്ട് ഈ സമയത്ത് ആഹാരം കഴിക്കേണ്ടവർ കഴിക്കാം. പക്ഷെ ഒരു അറ്റൻഷൻ നമ്മൾ പറയുന്ന കാര്യങ്ങളിലും ആവശ്യമാണ്. തീർച്ചയായിട്ടും കുറച്ച് പേര് മുന്നോട്ട് വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യുകയും പിന്നെ എൻ്റെ മറുപടി ഇതില് ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും. പ്ലീസ്. ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പറയുന്നത്. അത് നിങ്ങളുടെ മാത്രം പ്രോബ്ലം അല്ല. നമ്മളൊരു ടീമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ പണ്ട് ഓരോ ബാങ്കിങ്ങിലെ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ്ങിന് പോകുമ്പോൾ ഞാൻ സംശയം ചോദിക്കുവാൻ അത്യാവശ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും ടഫാന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി ചോദിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എനിക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും, ഒപ്പം എൻ്റെ കൂടെ ഉള്ളവർക്കും ബെനിഫിറ്റഡ് ആവും. അപ്പൊ ഇതിനകത്ത് ഒരു സെൻട്രൽ സ്റ്റേജ് എടുക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലിരിക്കുന്ന നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചോദ്യം നിങ്ങളുടെ മാത്രം ചോദ്യമല്ല, നമ്മളുടെ എല്ലാ പാർട്ടിസിപ്പൻസിനും വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുക.
ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ചോദ്യങ്ങൾ പരമാവധി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിലും വിട്ടുപോകരുത്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആരാണ് ആദ്യത്തെ ചോദ്യം? ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു ഇതുണ്ടല്ലോ. പ്ലീസ്, ആരെങ്കിലും. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുഴപ്പമില്ല. ഒരു സ്ഥാപനം നടത്തുന്ന ആളെന്ന രീതിയിൽ ക്രിട്ടിസിസം എനിക്ക് ഞാൻ താല്പര്യമുള്ള ഒരാളാണ്. പ്ലീസ്. സർ, എന്റെ പേര് സൗമ്യ എന്നാണ്. പാലക്കാട് നിന്നാണ്. പാലക്കാട് SBI മെയിൻ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. അല്ല, അപ്പം ഇത് സർ പറഞ്ഞ പോലെ ഇതൊരു റിപ്പീറ്റഡ് ബാച്ചസിന്റെ ഒരു പ്രത്യേകമായിട്ട് തന്നെ ഉള്ള ഒരു ഒരു മാക്സിമം ക്രമം വേണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ലാസ്റ്റ് 2-3 ടൈംസ് എഴുതിയതിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വളരെ ഒരു പ്രതീക്ഷ കുറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം സാർക്ക് എന്ത് തരത്തിലുള്ള ഗൈഡൻസ് ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ അതുവഴി ചെയ്യുകയും എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും ഈ 49 പേരും. അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കില്ലല്ലോ. ഏത് തരത്തിൽ ഞങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഗൈഡൻസ് തന്നിട്ടാണെങ്കിലും ഞങ്ങൾക്കിത് ഗോ ത്രൂ ആവണം എന്ന ഒറ്റ ഉദ്ദേശത്തിലാണുള്ളത്. സോ പ്രത്യേകിച്ച് സജഷൻസ് ഇല്ല. ഞങ്ങൾ എല്ലാ ഗൈഡൻസ് അനുസരിച്ച് ചെയ്യണമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ ടീം മുഴുവൻ ഉള്ളത്. സർക്ക് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ഞങ്ങൾ അതുപോലെ തന്നെ ശ്രമിക്കണം എന്ന് തന്നെ കരുതിയിട്ടാണ് മാക്സിമം അതിൽ തന്നെയാണുള്ളത്. ഒരു സംശയം ചോദിക്കുന്നത്, IBSന്റെ നോട്ട്സ് മാത്രമാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്, പ്ലസ് ഈ ക്ലാസ്സും. ടെക്സ്റ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? സാറിന്റെ സജഷൻ, അഭിപ്രായം എന്താണ്? ടെക്സ്റ്റ് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ലാസ്റ്റ് 3 അറ്റംപ്റ്റ്സിലും. അത് വാങ്ങണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങാം എന്നുണ്ട്. ഈ IBSന്റെ നോട്ട്സ് മാത്രമാണ് കഴിഞ്ഞ തവണകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് മതിയോ? അത് പ്ലസ് ഈ ക്ലാസ് ധാരാളമാണോ? ഒരു ഡൗട്ട് മാത്രം. മേഡം, ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് അത് എല്ലാം കൂടെ ഒന്നിച്ച് പറയാം. മറുപടികൾ ഓരോന്നായിട്ട് പറയാം. ഇപ്പൊ ചോദിച്ച ചോദ്യം IBSന്റെ ക്ലാസ്സും നോട്ട്സും മാത്രം മതിയോ എന്നുള്ളതാണ്. അതിൽ പരം IIBF ടെക്സ്റ്റ് ബുക്കിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇതിന് മറുപടി തീർച്ചയായിട്ടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഒന്നിച്ച് പറയാം. താങ്ക് യു വെരി മച്ച്. സർ, എന്റെ പേര് അനന്തപത്മനാഭൻ, ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ചെറിയൊരു സജഷൻ മാത്രമാണ് സർ ഉള്ളത്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നുണ്ടല്ലോ, ആഫ്റ്റർ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഒരു ആപ്പിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ഈ എക്സാം എഴുതിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് A or B, A or B or C, or A or B or C, അങ്ങനെ ആ രീതിക്കാണ് മേജോറിറ്റി ഓഫ് ദ മോർ ദാൻ 50 ക്വസ്റ്റ്യൻസ് ആ രീതിക്കാണ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ IIBFന്റെ ആ ക്വിസിൽ നമുക്ക് വരുന്നതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ആ രീതിക്ക് ഫ്രെയിം ചെയ്യണം എന്നുള്ളൊരു സജഷൻ ഞാൻ ഫസ്റ്റ് ടൈം എഴുതിയ കൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഇതിൽ മാത്രം. പിന്നെ കുറച്ചുകൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു ഇതാണ് എന്റെ ഒരു സജഷൻ. നോട്ട് ചെയ്തിട്ടുണ്ട്, അതിന് മറുപടി പറയാം. തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്, 2 വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒന്ന് അറിയാൻ പറ്റിയത്. ഒന്ന് ബുക്ക് പർച്ചേസായി, രണ്ടാമത്തെ കാര്യം നമ്മുടെ IBSന്റെ മോക്ക് ടെസ്റ്റുകളിലുള്ള ക്വസ്റ്റ്യൻ മോഡലുകളായി. അത് IIBFുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിനെ പറ്റിയാണ് ഇവിടെ അനന്തപത്മനാഭൻ സാറ് പറഞ്ഞത്. ഇതേപോലുള്ള മറ്റ് പോയിന്റുകളും നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയപ്പോൾ ഉള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പ്രത്യേകിച്ച് സജഷൻസ് ഇല്ലെങ്കിൽ, കഴിഞ്ഞ തവണ പ്രിപ്പയർ ചെയ്തു, വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, ഇത്തവണ പ്രിപ്പയർ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്, ജയിക്കും, അതൊരു അങ്ങനെ ഉള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഒരു റെസൊല്യൂഷൻ എന്ന രീതിയിലുള്ളതും പറയാം. കാരണം അതും തീർച്ചയായിട്ടും അങ്ങനെയുള്ള വാക്കുകളും തികച്ചും, കാരണം കഴിഞ്ഞ തവണ ജോയിൻ ചെയ്തു,
ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അന്ന് സീരിയസ് ആയിട്ട് കണ്ടില്ല. പക്ഷേ ഒരു തോൽവി എത്തി. അപ്പൊ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തവണ ജയിക്കുമെന്ന് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാം. തീർച്ചയായിട്ടും തീരുമാനങ്ങളും പറയാം. കാരണം അതെല്ലാം നമ്മുടെ ഇരിക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും ഒരു എൻകറേജിങ് ആയിരിക്കും. മൂന്നാമതൊരാള് തീർച്ചയായിട്ടും മുന്നോട്ട് വരിക. മൂന്നാമതൊരാൾ IBSനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ കുറ്റം പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റവും കുറവൊക്കെ തീർച്ചയായിട്ടും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഇനി ഒരു ഇമ്പ്രൂവ്മെന്റിന് സ്കോപ്പുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇനി ഒരു സ്കോപ്പും ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥാപനമല്ല. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് ഇനിയും ഇമ്പ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാവുന്നതാണ്. അതെ, അത്തരം ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങളുടെ സജഷൻസിൽ നിന്നായിരിക്കും. അപ്പം അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സജഷൻസ് ഉണ്ടായാൽ വളരെ നന്നായിരിക്കും. ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടെങ്കിൽ. സാർ, ഈ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ചൊന്ന് പറയണേ. അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. പറയാം. നെഗറ്റീവ് മാർക്കിനെ പറ്റിയുള്ള അപ്ഡേഷൻ അനൗദ്യോഗികമായിട്ടുള്ളത് പറയാം. യെസ്, നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാമോ? അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ്സോടെ വെയിറ്റ് ചെയ്യാം. ഡിയർ പാർട്ടിസിപ്പൻസ്, നിങ്ങൾ പേഴ്സണലി നമ്മുടെ കോർഡിനേറ്റേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്ത് അവരോട് ഓരോ സജഷൻസ് ഒക്കെ പറയുന്നു. ബട്ട് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും സങ്കോചിക്കേണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെഷൻ തന്നെ നമ്മൾ ഇത്തവണ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. 2-3 പേര് സംസാരിച്ചു, അവരുടെ സജഷൻസ് ഒക്കെ പറഞ്ഞു, ഡൗട്ടുകളെല്ലാം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഞങ്ങള് MD പറഞ്ഞ പോലെ ആരോഗ്യപരമായ വിമർശനവും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെൽത്തി ക്രിറ്റിസിസം. യെസ്, അപ്പോൾ എനിക്ക് സംസാരിക്കാമോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ബോക്സിൽ യെസ് എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്താൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ. ആ 2 ചാൻസുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തവണയും, അതായത് 2024 ആണെന്ന് തോന്നുന്നു. ഇതൊരു അനൗദ്യോഗികമായതാണ്. അതിനൊരു ഔദ്യോഗികത അവർ റിലീസ് ചെയ്യുമായിരിക്കും ഉടനെ. അപ്പൊ അങ്ങനെ നമ്മുടെ പലരും IIBF-ഉമായിട്ട് അടുത്ത് നിൽക്കുന്നതിൽ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് എന്തായാലും ഈ സീസണിൽ നിങ്ങൾ പേടിക്കുകയോ വേണ്ട. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ സീസണും മാത്രമല്ല പ്രാധാന്യം, അടുത്ത സീസണും പ്രാധാന്യമാണ്. കാരണം അവിടെ നമുക്ക് CIB ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ 2 സീസണിലും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് കാണാൻ സാധ്യതയില്ല എന്ന് എക്സ്പെക്ട് ചെയ്യുക. എന്തായാലും ഈ സീസണിൽ ഉണ്ടാവില്ല. കാരണം അത് വലിയൊരു തിരിച്ചടി പോലെയായിട്ടാണ് അതിനെ കഴിഞ്ഞ തവണ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അനന്തപത്മനാഭൻ സാർ പറഞ്ഞതുപോലെ ആ ക്വസ്റ്റ്യന്റെ മോഡൽ. IBSന് എന്തെങ്കിലും ഷോർട്ട് കമ്മിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, തീർച്ചയായിട്ടും ഒരു ഷോർട്ട് കമ്മിങ് എനിക്ക് തന്നെ ഫെയിൽ ചെയ്യുന്നു. അതായത് മോക്ക് ടെസ്റ്റിന് പണ്ടുണ്ടായിരുന്ന 2022 വരെ നമ്മൾ ഗംഭീരമായ റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തു. അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തെടുത്ത് പറഞ്ഞിരുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഞാൻ നിർബന്ധമായിട്ട് വാട്സപ്പിലൊക്കെ പറയാറുണ്ട്, വീഡിയോ ഇടാറുണ്ട്, മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ കഴിഞ്ഞ സീസണിൽ ഞാൻ അത്രത്തോളം പറഞ്ഞില്ല. കാരണം പുതിയ സബ്ജക്റ്റ് ആയിരുന്നു, പുതിയ ഇതായിരുന്നു. ആ ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ റഷ് ചെയ്യുകയായിരുന്നു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ സീസൺ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ശ്രദ്ധിച്ചു. ആ ക്വസ്റ്റ്യൻ ബാങ്കുകൾ പ്രിപ്പയർ ചെയ്തു. പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതും കൊണ്ട് കുറെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കുറെ IIBF ചോദിക്കുന്ന മോഡലിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. തീർച്ചയായും 2023 എക്സാമിനെ സമീപിച്ചപ്പോൾ IBSന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടായോ, കൊടുത്തതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടായോ എന്ന് ചോദിച്ചാൽ മോക്ക് ടെസ്റ്റിന്റെ കുറച്ചും കൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ എക്സാം കുറച്ചും കൂടെ കൂട്ടാമായിരുന്നു.
20% എങ്കിലും അതിനകത്തൊരു മാറ്റങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കേണ്ടതായിരുന്നു എന്നാണ്. അത് ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇത്തവണത്തെ ഈ ക്വസ്റ്റ്യൻ സെറ്റിനകത്ത് ഇത്തരം ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ്, ആ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ ഉൾപ്പെടുത്തും. അപ്പൊ അതുവഴി നിങ്ങൾക്ക് അത്തരം ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എക്സാം, അതൊക്കെ നമ്മൾ ടോപ്പിക്സ് ഒക്കെ പഠിച്ച് നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പിയർ ചെയ്ത് പിന്നീട് നമ്മളത് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അതിന്റെ ഒരു കുറവ് ഇത്തവണ തീർച്ചയായും ഉണ്ടാവില്ല. അക്കാഡമിക് ഡയറക്ടർ എന്ന നിലയിൽ നമ്മുടെ റഹ്മാൻ സാറ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഇത്. എക്സാമിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ഉള്ള അടുപ്പം കുറച്ചുകൂടെ സെറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് വാങ്ങേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് എനിക്ക് പറയേണ്ടി വരും. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും, എന്തിനാണ് നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സാലറി തരുന്നുണ്ട്, മറ്റ് ആനുകൂല്യങ്ങൾ നിരവധി തരുന്നുണ്ട്, എന്തെല്ലാം പേർക്സ് ആണുള്ളത്, പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെ എടുത്തു തുടങ്ങിയാൽ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇതെല്ലാം തരുമ്പോൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്രിമെന്റ് തരുന്നത്? ബാങ്ക് നിങ്ങൾക്കും നിങ്ങളുടെ മുകളിൽ ഒരു JIB പഠിച്ചുകൊണ്ട് വന്നാൽ ലക്ഷങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മുടക്കുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എന്തിനു വേണ്ടി CIB പാസ്സായി കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ 2 ഇൻക്രിമെന്റ് ഇപ്പൊ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഓഫീസേഴ്സിന് 2 ഇൻക്രിമെന്റിനെ കൊടുക്കാനുള്ള ഒരു പ്ലാനും കൂടെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്കിൽ നിന്ന് നിങ്ങൾ JIBയും CIBയും ഇൻക്രിമെന്റും കിട്ടിയില്ലേ നിങ്ങൾ ബാങ്കിൽ നിന്ന് അതിന്റെ പേരിൽ വിട്ടുപോയില്ല. റെസിഗ്നേഷനൊക്കെ ബാങ്കിൽ നിന്നുണ്ട്, VRSഉം ഉണ്ട്. ഒരിക്കലും JIBക്കും CIB ഫർദർ അഡീഷണൽ ഇൻക്രിമെന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരും പോയിട്ടില്ല ബാങ്കിൽ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക് ഇത്ര കോടി രൂപ, ഇത്ര കോടി എന്ന് പറയാൻ കാരണം അതിന്റെ മൾട്ടിപ്ലയർ എഫക്ട് നിങ്ങൾ നോക്കിയാൽ ഒരു JIB CIB പാസ്സാവുന്ന ഒരു 25 വയസ്സ് 30 വയസ്സിനുള്ളിൽ പാസ്സാവുന്ന ഒരാൾക്ക് റിട്ടയർമെന്റ് ലൈഫിൽ 1 കോടി രൂപയ്ക്ക് മുമ്പ് ഈ മുകളിൽ ഈസി ആയിട്ട് അതിൽ കൂടി നേടിയെടുക്കുന്നുണ്ടെന്നാണ്. ക്യുമുലേറ്റീവ് ആയിട്ട് നേടിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും ആ കാൽക്കുലേഷന് വേണ്ടി ഞാൻ മുതിരുന്നില്ല. നിങ്ങൾക്ക് കാൽക്കുലേഷൻ പിന്നീട് വേണമെങ്കിൽ ഞാൻ ഇട്ടത് 1 CRന് മുകളിൽ ഈസി ആയിട്ട്. അപ്പൊ ഇത്രയും കോടി രൂപ ഒരു വ്യക്തിയുടെ പുറത്ത് എന്തിനു മുടക്കണം? അത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾക്ക് ഒരാൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തരാമെന്ന് പറയുമ്പോൾ, ഒരു ഫേവർ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും അവർ തരുന്നതെന്ന് ആലോചിക്കേണ്ടത് വളരെ അവർക്ക് വേണ്ടിയും നമ്മൾ ആലോചിക്കണം. നമ്മുടെ ബാങ്ക് നിങ്ങളെ പെർമനന്റ് എംപ്ലോയി ആയിട്ട് എടുത്തപ്പോൾ നിങ്ങളോട് ഒന്നും ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല. അതായത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബാങ്കിന് നിങ്ങളെ കൊണ്ട് ഇത് വായിപ്പിക്കണം, ഇത് മനസ്സിലാക്കിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അൾട്ടിമേറ്റ്ലി നമ്മുടെ ജെയിംസ് സാറാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ കസ്റ്റമർ സർവീസ്, എഫക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ്. ആ എഫക്റ്റീവ് കസ്റ്റമർ സർവീസ് വഴി ബാങ്കും വളരണം. അപ്പൊ അൾട്ടിമേറ്റ് കസ്റ്റമർ സർവീസ് ആണ്. അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ് സ്ഥാപനമായ ബാങ്കും വളരണം. മാത്രമല്ല ആ ഒരു ടൈമിൽ നമ്മൾ ഇന്ന് ബാങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് ഹെൽത്ത്. ഭയങ്കര ഒരു എന്താ പറയുക, ടെൻഷൻ, അപാരമായ ടെൻഷൻ. എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, വളരെ പ്രസരിപ്പോടുകൂടി ബാങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കുറഞ്ഞ കാലങ്ങളിലെ ബാങ്കിങ് എക്സ്പീരിയൻസിൽ ടെൻഷൻ, മുഴുനീള ടെൻഷനുമായിട്ടും വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോളജ് ഗ്യാപ്പ്. നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഈസി ആയിട്ട് നമ്മൾ ആ ജോലി ചെയ്യും. എക്സാമ്പിൾ, ഇന്നിപ്പോ ഗൂഗിൾ വന്നു, എല്ലാവരും ഗൂഗിൾ നോക്കിയിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. പക്ഷേ പണ്ട് നമ്മളൊക്കെ ഒരിടത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു 100 കിലോമീറ്റർ അല്ല 50 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് ഉള്ളടയുള്ള സ്ഥലങ്ങളാണെങ്കിൽ എത്ര സ്ഥലങ്ങളിൽ നിർത്തിയാണ് നമ്മൾ ചോദിച്ചു പോയിക്കൊണ്ടിരുന്നത്. എത്ര തവണ വഴിതെറ്റുമായിരുന്നു. അപ്പൊ നമ്മൾ എത്തേണ്ട ഒരു 40 കിലോമീറ്ററിന് പലപ്പോഴും ഒരു 70 കിലോമീറ്റർ സഞ്ചരിക്കുകയോ ഇരട്ടി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നത് പതിവായിരുന്നു പണ്ട്. അപ്പൊ എന്നാൽ അറിയാവുന്ന ഒരു വഴിയിലാണ് നമ്മൾ പോകുന്നതെങ്കിലോ വളരെ കൃത്യമായും മിനിമം ടൈമിൽ നമ്മൾ അവിടെ എത്തിച്ചേരാറുണ്ട്. പക്ഷെ ബാങ്കിൽ ഇരിക്കുന്ന പലർക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത്ര നോളജ്, നമ്മൾ ചെയ്യുന്ന വർക്കിൽ വേണ്ടത്ര നോളജ് എത്തി വളരെ കംഫർട്ടബിൾ ആയിട്ട് പ്ലസന്റ് ആയിട്ട് നിങ്ങളുടെ ആരോഗ്യവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജോലിയാണ് ബാങ്ക് മാനേജ്മെന്റ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെ നിങ്ങളെ അല്യൂർ ചെയ്യത്തക്ക രീതിയിലുള്ള മോട്ടിവേഷണൽ സ്കീമായിട്ടാണ് ബാങ്ക് ഇൻക്രിമെന്റുകൾ, ഗ്രേസ് മാർക്കുകൾ, പ്രൊമോഷൻ ബെനിഫിറ്റ്സ്, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ലാറ്ററൽ എൻട്രിയിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകൾ, അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റുകളാണ് ഇതിന് പിന്നുള്ളത്. അത് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ടാർഗറ്റ്
ഇനി മണി രണ്ട് രീതി കാണാം. ഒന്ന്, ലൈഫിന്റെ പ്രൊമോഷനാണ്, നമ്മൾ കരിയർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവിധ കരിയർ പ്രൊമോഷൻസിനും ഹെൽപ്ഫുൾ ആണ്. മറിച്ച് നമ്മളൊരു മോണിറ്ററി ബെനിഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും തെറ്റില്ല. കാരണം ന്യായമായ രീതിയിൽ, ശരിയായ രീതിയിൽ നമുക്കൊരു എമൗണ്ട് വരുന്നത് എപ്പോഴും വെൽക്കം ആണ്, അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ അത് വൺ ടൈം എഫേർട്ട് ഉണ്ട്. ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു പ്രോമിസിംഗ് ആയിട്ട്, ഇത്രയും വലിയ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സും ഇന്ന് ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇല്ല എന്ന് പറയാം. കാരണം വൺ ടൈം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന JIB, വൺ ടൈം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന CIB, അത് പാസ്സാവുന്നതിൽ കൂടി ലൈഫ് ടൈം ആയിട്ടുള്ള ബെനിഫിറ്റ്, ലൈഫ് ലോങ് ബെനിഫിറ്റ്, ഈ തിയറി എവിടെ ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ശരിക്കും കൺസീവ് ചെയ്യണം. അങ്ങനെ നമ്മൾ കൺസീവ് ചെയ്താൽ JIB എന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഡിസയർ ഉണ്ട്, നമ്മുടെ ഒരു അതിന്റെ ഒരു കൾമിനേഷൻ, അതിന്റെ ഒരു മെറ്റീരിയലൈസേഷൻ ഉണ്ട്. ഇത് രണ്ടിനും ഇടയ്ക്ക് വരേണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ പ്ലാൻഡ് എഫേർട്ട് എന്ന് പറയുന്നത്. പ്ലാൻഡ് ആയിട്ടുള്ള എഫേർട്ട്. ആ പ്ലാൻഡ് എഫേർട്ട് നമ്മൾ ഇന്ന് വേണം. നമ്മൾ ഇതിനെ ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഒരു അപ്രോച്ചിൽ ചെറിയ മാറ്റം വരുന്നു. JIB പാസ്സായി ഇൻക്രിമെന്റ് വാങ്ങണമെന്നോ, JIB കംപ്ലീറ്റ് ചെയ്ത് ഞാൻ JIB പാസ്സായി അങ്ങനെയുള്ള ചിന്താഗതിയിൽ വിട്ട്, ഇതിന് ലക്ഷ്യം ബാങ്ക് നമുക്ക് ഇത്ര കോടി രൂപ നമ്മൾക്ക് മേളിൽ തരുന്നു, ആരും വെറുതെ കൊടുക്കില്ലല്ലോ. അപ്പൊ അതിന് ബാങ്കിന് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് പാസ്സാവുകയും ചെയ്യും. നമ്മളിലുള്ള ബാങ്ക് എക്സ്പെക്ട് ചെയ്യുന്ന മച്ച് റിക്വയർഡ് നോളജ് നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മളിലേക്ക് മച്ച് റിക്വയർഡ് നോളജ് ആണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ 1 കോടി രൂപ തന്നിട്ട്, വർഷങ്ങളാൽ തന്നിട്ട് നമ്മളോട് ഫിസിക്സോ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒന്നും പഠിക്കാനല്ല പറയുന്നത്. നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് നിരന്തരം വേണ്ട, നമ്മളെ കരുത്തരാക്കി നിർത്തുന്ന, നമ്മളെ ടെൻഷൻലെസ് ആക്കി മാറ്റാൻ ഉതകുന്ന ഈ ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബാങ്ക് ചെയ്യുന്നത്. അതിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫേർട്ടുമാണ് അവർ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ തിരിച്ചും, നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ഒന്നും ഫ്രീ ആയിട്ട് വാങ്ങണ്ട എന്നുള്ള തിയറി, ഒരു ബാങ്കർ എന്ന നിലയിൽ വളരെയേറെ പൊട്ടൻഷ്യൽ ഉള്ള, അല്ലെങ്കിൽ IBPS പോലുള്ള എക്സാമ്പിൾ ക്രാക്ക് ചെയ്ത് വന്ന നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ഈ ഒരു ഫ്രീ ആയിട്ടൊരു കാര്യം വേണ്ട, അതിന് തിരിച്ച് നമ്മൾ റിവാർഡ് ചെയ്യുക എന്നുള്ള ചിന്താഗതി മാത്രം. എനിക്ക് പറയാനുള്ളത്, ഈ ടോപ്പിക്കുകളെല്ലാം വളരെ മനോഹരമാണ്. ഇന്ന് JIB CIB ശരിക്കും പറഞ്ഞാൽ അല്പം ടഫ് എന്ന് പറയുമ്പോഴും ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ നോക്കിക്കാണുന്നു, ഇന്ന് JIB CIB എക്സലന്റ് ആയിട്ടുള്ള കരിക്കുലമാണുള്ളത്. കാരണം JIB CIBയും കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരാൾ ഒരു ട്രൂ ബാങ്കർ തന്നെയാണ്. കാരണം അത്രത്തോളം ക്വാളിറ്റി കണ്ടന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ടോപ്പിക്കുകൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ പ്രോസസ്സിനുള്ളിൽ, ആ പ്രോസസ്സിനിടയിൽ ജയം എന്നത് സാധാരണ രീതിയിൽ വന്നു പോയിക്കോളും. ജയം എന്നത് നോർമൽ. അപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, മാർക്കിന് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ബാങ്ക് ഇത്ര കോടി രൂപ മുടക്കുമ്പോൾ എന്താണ് ലാഭം, അല്ലെങ്കിൽ ബാങ്ക് എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സിമ്പിൾ. ബാങ്ക് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ നോളജ്, നമ്മുടെ വർക്ക് പ്ലേസിൽ ആവശ്യമായിട്ട്, വളരെ അത്യാവശ്യമായിട്ട് നോളജ് നമ്മൾ നേടിയെടുക്കുക. അതുവഴി നമ്മൾ കസ്റ്റമറിന് നല്ല സർവീസ് കൊടുക്കുക, ബാങ്കിന്റെ പേരുയർത്തുക, നിങ്ങളുടെ ഹെൽത്തും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള വലിയ ഉദ്ദേശം തന്നെയാണ് ഇതിനകത്തുള്ളത്. അത് മാത്രം മനസ്സിലാക്കിയിട്ട് ഈ ടോപ്പിക്കുകൾ ഓരോന്നും, എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, നമ്മൾ ബാങ്കർ എന്ന നിലയിൽ വളരെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിച്ചറിയാം. എക്കണോമിക്സ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ അടിത്തറ തന്നെയാണത്. പിന്നീട് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, ഡെയിലി നമ്മൾ കൈകാര്യം ചെയ്യപ്പെടുന്ന റിയൽ ബാങ്കിങ് ആണ് അതിൽ വരുന്നത്. മൂന്നാമത്, ഇതിനെല്ലാം പൈസയുടെയും കണക്കുകളുടെയും കാര്യം പറയുമ്പോൾ അക്കൗണ്ടൻസിയും മറക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പൊ അക്കൗണ്ടൻസി. നാലാമത്, ഇന്ന് ബാങ്കുകൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? റീറ്റെയിൽ ബാങ്കിങ് ആണ്, റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന. അതുപോലെ വെൽത്ത് മാനേജ്മെന്റ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വെൽത്ത് മാനേജ് മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ജീവിച്ചു പോയാൽ മതിയോ? അല്ല, നല്ല രീതി നമുക്ക് ഇതിനകത്തൊക്കെ ഒരു എക്സ്പെർട്ടൈസ് നമ്മൾ നേടിയെടുക്കണം. അപ്പൊ വളരെ ടോപ്പിക് ആയിട്ടുള്ള ഡേ ടു ഡേ ബാങ്കിങ്ങിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന നല്ല കോഴ്സ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇത് നല്ല കോഴ്സാണ്. ഈ കോഴ്സ് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കഴിയുമ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഇന്നിരിക്കുന്ന നിങ്ങളല്ല, ഒരു 4 മാസം കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ കോൺഫിഡൻസിലും എല്ലാം അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസരം നമ്മൾ ഇൻക്രിമെന്റിന് വേണ്ടി ആണെങ്കിൽ പോലും
അതിന് ഏറ്റവും വലിയ ഗുണം ഞാൻ പറയുന്നത്, നമ്മൾ എന്നൊരാളുടെ വർക്ക് പ്ലേസിൽ നമ്മളെ എംപവർ ചെയ്യുന്ന ഈ കോഴ്സിനെ അതിൻ്റെതായ രീതിയിൽ കാണുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങള്, നമുക്ക് ഇത്തവണ ഒരു തീരുമാനം അങ്ങ് എടുക്കാം. നമുക്ക് ഇത്തവണ ഇതൊരു ജയിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഒരുപക്ഷെ 30-35 കൊല്ലം ബാങ്കിങ്ങിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തിനാ 35 വർഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്കൊരു 3 മാസം. ഒരിക്കൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് IIBF 6 മാസം കൂടുമ്പോൾ എക്സാം നടത്തുന്നത്? എന്തുകൊണ്ട് അവർക്ക് എല്ലാ മാസവും നടത്തിക്കൂടാ? എന്തുകൊണ്ട് അവർ 3 മാസം ഇരിക്കുമ്പോൾ നടത്തിക്കൂടാ? 6 മാസം കൊണ്ട് ഇത് നടത്തുന്നത് തീർച്ചയായും ഈ കോഴ്സിന് ഒരു 6 മാസത്തെ പ്രിപ്പറേഷന് സ്കോപ്പ് ഉള്ളത് കൊണ്ടാണ്. നമ്മളെ ഡിഗ്രിക്കൊക്കെ പഠിക്കും പണ്ട് ഇയർലി ആയിരുന്നു എക്സാം, ഇപ്പൊ അത് നമ്മളെ സെമ്മായി. അപ്പൊ ആ സെമ്മ് വെച്ച് എക്സാം നടത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്കും നമ്മുടെ സിബ്ലിങ്സിനൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഈ എക്സാം. എന്തിനു വേണ്ടിയിട്ട് 6 മാസം കൂടുമ്പോൾ? 6 മാസം പ്രിപ്പയർ ചെയ്യാനുണ്ട്. എങ്ങനെയുള്ളവർക്ക്? അതായത് ഉഴപ്പന്മാർക്കും നല്ലവണ്ണം പഠിക്കുന്നവർക്കും എല്ലാം ഇടയ്ക്ക് മൊത്തത്തിൽ നോക്കിയാൽ ഒരു 6 മാസത്തെ ഡീസന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അത് ഡിസർവ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളത്, IIBF-ന്റെ JIB എക്സാമും 6 മാസത്തെ എക്സാം ആണ്. എന്ന് വെച്ചാൽ IIBF 6 മാസത്തേക്ക് നിങ്ങളുടെ എല്ലാം ടൈം കൺസ്ട്രെയിൻസ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ 6 മാസത്തെ എന്തൂസിയാസവും കണക്കിലെടുത്ത് 6 മാസത്തെ ഒരു കോഴ്സായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്തരം കോഴ്സുകളും അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. മിനിമം 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 6/2, അതായത് 3. 3 മാസത്തെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിർബന്ധമായിട്ടും വേണം. നിങ്ങൾ പലരും കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഫെയിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം മാർക്കിന് ഫെയിൽ ആയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ എത്ര നാളത്തെ എഫേർട്ട് ഉണ്ടായിരുന്നു, എന്തായിരുന്നു, സ്വയം നിങ്ങൾക്ക് അവലോകനം നടത്താൻ പറ്റും. ഇന്ന് എനിക്ക് പറയാനുള്ളത്, 3 മാസത്തെ കാര്യമായ പ്രവർത്തനം, പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇതിൽ വേണം. പിന്നീട് എനിക്ക് പറയാനുള്ള പ്ലാൻഡ് എഫേർട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് നമുക്ക് എന്താണ് നേടിത്തരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്ത. നമുക്കിത് JIB എത്രമാത്രം ആവശ്യമാണ്, അതുകൊണ്ട് ഗുണം എന്താണ്, മോണിറ്ററി ആണോ എങ്കിൽ അത് നമുക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തും, അത് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ആ പരിപാടിയിലേക്ക് ഇറങ്ങാൻ. അപ്പൊ JIB നമുക്ക് ഉണ്ടാക്കി തരുന്ന മാറ്റങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ടാർഗറ്റ് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട്. ഉദാഹരണം, ഒരു ഹൈ ജമ്പിന് നമ്മൾ തുനിയുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഹൈ ജമ്പ് ബാർ എവിടെയാണോ വെച്ചേക്കുന്നത് അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാർ തട്ടിക്കളയാവുന്നല്ലാതെ ഒരിക്കലും ബാർ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ എന്താണ് ടാർഗറ്റ് എന്ന് കണ്ട് ആ ടാർഗറ്റിന് ആവശ്യമായ രീതിയിൽ നമ്മളെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം. അത്ര മതി, ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം. പിന്നെ പ്ലാൻഡ് എഫേർട്ട് ആയിരിക്കണം. ഇപ്പൊ പലരും ബാങ്കിൽ പോകുന്നു, നേരത്തെ പോകുന്നു, വൈകി വരും. എല്ലാവരും അങ്ങനെ അല്ലല്ലോ. അങ്ങനെ നേരം വൈകി താമസിച്ച് വരുന്നവർ, അവർക്കൊരു സൺഡേസും മറ്റു ഹോളിഡേയ്സും വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3 മാസം കുറച്ച് പ്ലാൻസ് ഒക്കെ ഒതുക്കി വെച്ച് നമ്മൾ ഈ ഒരു ടൈം പീരീഡ്, കാരണം ഈ ഒരു സീസണിൽ നമുക്ക് തീർക്കണം, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പൊ അത് വെച്ചിട്ട് നമ്മളെ ചുരുക്കി നമ്മൾ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ JIB ചെയ്യുമ്പോൾ CIB ചെയ്യുമ്പോൾ നമ്മുടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ എല്ലാം അവരിത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെയും കൂടി ഇതിനകത്ത് അങ്ങ് ഇറക്കണം. അപ്പൊ അങ്ങനെ വരുമ്പം അവർ നമ്മളെ ഞായറാഴ്ച വരുമ്പോൾ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ എന്നൊന്നും വിളിക്കില്ല. അവരുടെയും പ്ലാൻ ആയിട്ട് ഇത് മാറും. അപ്പൊ അവരെയും കൂടെ പണ്ട് പറഞ്ഞ് ഈ കുടുക്കിലൊന്ന് പിടിച്ചിടണം. അവരെയും കൂടി ഇതിനകത്തേക്ക് ഒന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്കും നിങ്ങൾക്കും കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളായിട്ട് ഇത് മാറും. അത് കുറച്ചും കൂടെ പ്രയോജനം ചെയ്യും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ നമ്മൾക്ക് ലീവ് ഇപ്പൊ തന്നെ പണ്ടൊന്നും കേൾക്കാവുന്ന കാര്യമല്ല, കമ്പൽസറി ലീവ് ആണെന്നാ ഇപ്പൊ എല്ലാവരും ഏത് എക്സിക്യൂട്ടീവ്സിനെ നോക്കിയാലും ഇപ്പൊ അവരെല്ലാം കമ്പൽസറി ലീവിൽ പോയിരിക്കുകയാണ്. അത് പണ്ടങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ലീവ് പോലും കമ്പൽസറി ആയിട്ട് മാനേജ്മെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഈ കാലഘട്ടത്തില് നമ്മള് ഹൗസ് വാമിങ്ങിന് പറയുന്നു, കല്യാണം പറയുന്നു, ടൂറിന് പോകുന്ന എത്രയോ ലീവുകളാണ് നമ്മൾ എടുക്കുക. അപ്പൊ ലീവ് എടുക്കാതല്ലല്ലോ നമ്മൾ ഒരു വർഷം മൊത്തം കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മാഡം ഇതിൽ പറഞ്ഞതുപോലെ 3 തവണകളായിട്ട് നോക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ആ മാഡത്തിന്റെ 3 തവണ ആത്മാർത്ഥമായി ഒരു തവണ നോക്കിയിരുന്നെങ്കിൽ കിട്ടിപ്പോയാൽ അത് വേറെ കാര്യം. എന്നിരുന്നാലും അപ്പോ ഈ ഒരു ടൈമിൽ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് നിങ്ങളുടെ ടൈം സൺഡേസിൽ കുറച്ച് കുറവാകിട്ടുക, അല്ലെങ്കിൽ വർക്കിംഗ് ഡേയിൽ നമുക്ക് അധികം ടൈം കിട്ടുന്നില്ല ഫർദർ പ്രിപ്പയർ ചെയ്യാൻ. കാരണം വീട്ടിൽ പലരും പല സ്റ്റേജസിൽ നിൽക്കുന്നവരാണ്, പല കൺവീനിയന്റ് കംഫർട്ട് ലെവലിൽ നിൽക്കുന്നവരാണ്, പല റെസ്പോൺസിബിലിറ്റി എല്ലാവരും ഒരുപോലെ നിൽക്കുന്നവരല്ല. അപ്പൊ ജയിച്ചു പോയവരെല്ലാം മിടുക്കരും പാസ്സാകാതെ പോയ മണ്ടന്മാരും അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാം റെസ്പോൺസിബിൾ ആയിട്ട് ജോബിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു 3-6 മാസത്തിനിടയ്ക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഒരു 3 വീക്സ് 2 വീക്സ് ലീവാണ്. കണ്ടിന്യൂസ് വേണ്ട. നമ്മൾ ഈ ജനുവരി ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ആ ടോപ്പിക്സ് ഒന്നും നമുക്ക് അരിയേഴ്സ് വെക്കണ്ട.
ഡെയിലി ബേസിസിൽ പ്രിപ്പറേഷന് നമുക്ക് സാധിച്ചില്ല, വേണ്ട. ഈ വീക്കെൻഡിൽ നമുക്ക് സമയമുണ്ട്. കാരണം നമ്മൾ വീക്കെൻഡ് ബാച്ച്, നമ്മളിപ്പം ഈവനിങ് മോർണിംഗ് ബാച്ച് എന്ന് പറയുമ്പോഴും എന്തൊക്കെ ആകുമ്പോൾ കുറച്ച് വർക്കിംഗ് ഡേ ഹോളിഡേയ്സിൽ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് നമുക്ക് തീർക്കാൻ പറ്റില്ല. കാരണം പിന്നെ നമ്മൾ ഈ ടോപ്പിക് A to Z കവർ ചെയ്യുന്നു, അങ്ങനെയും പറയാൻ പറ്റില്ല. അത് ഓൾറെഡി നമ്മുടെ ഒരു ഫാക്കൽറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈമിൽ നിങ്ങളുടെയും ടൈമിനകത്ത് നമുക്ക് വളരെ വലിയൊരു ടെസ്റ്റ് ക്രിക്കറ്റ് പോലെ ആക്കാതെ നമുക്കിത് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ലീവുകളും പ്ലാൻ ചെയ്യും. ഒരു മാസം കഴിഞ്ഞു, ഒരു 4 ദിവസം ലീവ് ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ടോപ്പിക്കുകളെല്ലാം ഒന്ന് തീർക്കുന്നു. ഇത് എഗെയിൻ ഞാനത് മാറ്റി പറയാം. വൈകുന്നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ രാവിലെ അല്പം നേരത്തെ എഴുന്നേറ്റ് 1 മണിക്കൂർ അതിന് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ വീക്കെൻഡിൽ നമ്മൾ വീക്കെൻഡ് ക്ലോസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേ അവധി, സൺഡേസും അവധി. ആ ടൈമിൽ നമ്മൾ വീക്കെൻഡിൽ ക്ലോസ് ചെയ്ത് പോകാൻ അപ്പോഴും ആവശ്യമില്ല. ഇതല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ഈ 2 ടൈമിൽ എൻ്റെതായ പ്രിപ്പറേഷന് ചാൻസ് കിട്ടുന്നില്ല. ശരി, ഞാൻ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് ഈ പറഞ്ഞു ഒരു 2 to 3 വീക്സ് സ്വാഭാവികമായിട്ടും ഒരു JIBക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലീവ് എടുക്കാൻ തെറ്റില്ല. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഡിറ്റർമീൻഡ് ആയിട്ടുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവർ ആ ലീവ് പ്ലാൻഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് ലീവ് എടുക്കാൻ ലാസ്റ്റ് മൊമെന്റ് ഒരു ഓട്ടവുമാണ് പലപ്പോഴും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്. അപ്പൊ ഞാൻ ആ 6 മാസത്തെ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് 3 മാസത്തെ ഒരു ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു ഫാക്കൽറ്റി പറഞ്ഞതുപോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പില് ശരിക്കും എന്താ പറയാ, നിങ്ങൾ എല്ലാവരും ബാങ്കിൽ വർക്ക് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, നോളജ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാനാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന് ക്ലാസ് കേട്ട് കഴിഞ്ഞ് നാളെ ഞാൻ ഒരു വൈകിട്ടോ രാവിലെയോ ഞാനൊരു 10 ബുള്ളറ്റ് പോയിന്റ് ഇടുകയാണ്. ഇന്നലെ നമ്മുടെ രവിചന്ദ്രൻ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് സാറ് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത 10 ബുള്ളറ്റ് പോയിന്റ്, പറ്റിയാൽ ഞാൻ IBS എന്ന നോട്ട്സ് ഞാൻ നോക്കുകയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ആ 10 ബുള്ളറ്റ് പോയിന്റ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ അതിന് മറ്റുള്ളവരോട് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ പോലെ ഒരു സ്റ്റുഡന്റ് ആണ്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും ഒരു 5 പോയിന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ആ ഒരു പരസ്പരം സഹകരിക്കാൻ പറ്റുന്ന ആ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനുള്ള ഒരു ഇതുണ്ട്. 4 ചിലർക്ക് 2 പോയിന്റ് ഇടാം, ചിലർക്ക് 5 പോയിന്റ്, ചിലർക്ക് 10 പോയിന്റ്സ് ഇടാം, ചിലർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തന്നെ ഒരു നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്, നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ അറ്റംപ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത കാര്യം അങ്ങനെ വരുമ്പോൾ ഞങ്ങളും അതിനകത്ത് ആക്റ്റീവായിട്ടുണ്ടാവും. പക്ഷെ നമ്മളിവിടെ കണ്ടുവരും, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടാലും ആരും ഒന്നും മറുപടി പറയുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു PPT ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആർക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് 2-3 പേർക്ക് ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി എന്തെങ്കിലും ഒരു ഗൈഡൻസ് തരുമ്പോൾ 2-3 പേർക്ക് റെപ്രസെന്റേറ്റീവ് രൂപത്തിലെങ്കിലും ഒരു താങ്ക്സ് പറയാം. അത് അവർക്കും എൻകറേജിങ് ആയിരിക്കും. അപ്പൊ ഇത്തരം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു ഹാപ്പി ലേണിംഗിന്റെ നോളജ് ഷെയറിംഗിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ മാറ്റുവാണെങ്കിൽ എങ്ങനെ IIBF നമ്മളെ തോൽപ്പിക്കാൻ പറ്റും? IIBF എങ്ങനെ നിന്നാലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. IIBF ഒരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പറ്റും, തീർച്ചയായും യാത്ര ചെയ്യുമ്പോൾ പറ്റും. ഇയർഫോൺ എന്നത് നിർബന്ധമായിട്ടൊന്ന് വാങ്ങാം. നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്യുന്ന ആൾ തീർച്ചയായും ഇതിനേക്കാൾ വലിയ അവസരം വേറെ ഇല്ല. കാരണം നമുക്ക് ട്രെയിനിൽ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം, ഒരുപാട് കുട്ടികൾ ഇന്ന് ട്രെയിനിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഒരുപാട് സീനിയർ ആൾക്കാർ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ കണ്ട ആരും അയ്യോ ഇത്ര സീനിയർ ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ അല്പം പ്രായമുള്ള ആളാണല്ലോ പഠിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ ആരും നമ്മളെ ഇന്ന് പണ്ട് കാലത്ത് എല്ലാത്തിനും ഓരോരോ ഇത്, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാത്തിനും അതിൻ്റെതായ മെറിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കും, അതും അതിൻ്റെതായ ആരെയും ഒന്നിൽ ഇന്റർഫിയർ ചെയ്യില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ്സുകൾ കേൾക്കാനും എല്ലാം നിങ്ങൾക്ക് പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റായിട്ട് ഒരു പോയിന്റോടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ലൈവ് ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് സമയം കിട്ടുമ്പോൾ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള അതിൽ നിന്നും ഒരു അപ്രോച്ചിലുള്ള മാറ്റം, ഒരു ഷിഫ്റ്റ്. അതായത് ഞാൻ സമയം കണ്ടെത്തി അറ്റൻഡ് ചെയ്യും, ഇതെനിക്ക് വേണം, പാസ്സാകണം. IIBF നമ്മുടെ മുമ്പിൽ നിപ്പുണ്ട്. അത്രയൊന്നും എളുപ്പത്തിൽ നമ്മളെ ബസ്സിൽ കയറുമ്പോൾ നമ്മളെ ഉള്ളോട്ട് തള്ളിക്കയറ്റുന്ന രീതിയിലല്ല അവർ നിൽക്കുന്നത്. ബസ്സിൽ കയറാൻ പോകുമ്പോൾ കയറണ്ടെന്ന് പറഞ്ഞാൽ അവർ ശരിക്കും നിൽക്കുന്നത്. ഓക്കെ, അവർ അവരുടെ സ്റ്റാൻഡ് എടുക്കും, നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് എടുക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ലൈവ് ക്ലാസ് ഇപ്പൊ നിങ്ങൾ ഇന്ന് 40-ഓളം പേര് കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ നാളെ നിങ്ങളുടെ കിട്ടിയ അതിന്റെ പ്രാധാന്യം എന്തുമാത്രമാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കമ്പാരിസണ് പോലും പറ്റില്ല. അപ്പൊ നമ്മൾ ലൈവായിട്ട് സാറ് പറഞ്ഞതുപോലെ ആ വൈബിലിരുന്ന് ആ ഒരു ഫുൾ വൈബ്രൻസിയോട് ഇരുന്ന് എനർജറ്റിക് ആയിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നോളജ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്
ബാങ്ക് തരുന്ന ലക്ഷക്കണക്കിന് രൂപയേക്കാൾ വർത്തിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ തന്നെ ഇരിക്കുന്ന ഫാക്കൽറ്റിയെ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങളെപ്പോലെ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ ഫാക്കൽറ്റി ആയിട്ടിരുന്നു, അല്ലെങ്കിൽ ഫാക്കൽറ്റി അല്ലാതിരുന്നു. അൾട്ടിമേറ്റ്ലി റിട്ടയർമെന്റ് കഴിഞ്ഞ് ഫാക്കൽറ്റി ആയിട്ട് ആ നോളജ് നമ്മളിലേക്ക് എത്തിക്കുമ്പം, അപ്പൊ നോളജിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് നല്ലൊരു നേട്ടത്തേക്ക് വേണ്ടി ഒരു ബാങ്ക് IIBF പറഞ്ഞേക്കുന്നത് CIB കംപ്ലീറ്റ് ചെയ്ത ഒരാളും CIB കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളുമായിട്ട് ഒരു സ്റ്റാൻഡ് ഔട്ട് ഡിഫറൻസ് ഉണ്ടാവണമെന്നാണ്. ഒരു ക്ലിയർ ഡിഫറൻസ് ഉണ്ടാവണം, വ്യക്തമായിട്ട് വൺ ലൈനിലേക്ക് കൊടുക്കുക. അത് IIBF പറഞ്ഞതല്ല, ബാങ്കുകൾ, പണം മുടക്കുന്ന ബാങ്കുകൾ എല്ലാം കൂടി ചേർന്ന് IIBF-നെ അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. അവരുടെ ബേസിസിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാങ്കിന്റെ ആവശ്യപ്രകാരമാണ് IIBF ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വലിയ റിലാക്സേഷൻ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നീട് കഴിഞ്ഞ തവണ എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വലിയ ഗ്രീവൻസ് ഉണ്ട്. എനിക്ക് ഇന്ന് ഈ മീറ്റിംഗിൽ പറയാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രീവൻസ് നിങ്ങൾക്ക് വളരെ ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IIBF-ലേക്ക് മെയിൽ അയക്കാം. നിങ്ങൾക്ക് ചെയ്യാം, സർ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരുന്നു, അന്ന രീതിയിലായിരുന്നു, ഞങ്ങൾ വളരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്, പക്ഷെ അത് ഞങ്ങളെ ആ രീതി നിങ്ങൾക്ക് ഏത് എക്സ്ട്രീമിൽ വായിക്കാം. അതൊക്കെ ചെറിയ ഇമ്പാക്ട് ഉണ്ടാവും. കാരണം അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ ഇടുമ്പം ഒന്നും കൂടി ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കും. IIBF-ന്റെ ഭാഗത്ത് നിന്ന് അത് വേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ. കാരണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത പോകുന്ന ഒരാൾ പാസ്സാവണം. അവിടെ എക്സാമിന്റെ നമ്മളെ ഒരു 80%, 20% എക്സാമിന്റെ രൂപത്തിൽ എനിക്ക് യോജിപ്പില്ല. 20% ക്വസ്റ്റ്യനുകളെ എനിക്ക് മതിപ്പുമില്ല. അതിനുള്ള കാരണങ്ങളെ പറ്റി ഞാൻ വിശകലനം ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. നിങ്ങൾക്ക് 80% ക്വസ്റ്റ്യനെ ന്യായമായി പഠിച്ചാൽ പോയാലേ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലാണ് എനിക്ക് പറയുന്നത്. ഇവിടെയാണ് എനിക്ക് മാഡം ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ പറയാനുള്ളത്. അതായത് നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സുകൾ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്കിൽ, പിന്നെ നമ്മുടെ കോഴ്സ് മെറ്റീരിയൽസും അത് നമ്മൾ നോക്കുന്നുവെങ്കിൽ അത് മതി. എൻ്റെ കണ്ടീഷൻ സപ്ലൈ ആണ്. ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യണം, ക്ലാസ്സുകളൊന്നും മിസ്സാക്കണ്ട. കാരണം ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ പുസ്തകത്തിൽ ഓരോ വരികളും പഠിപ്പിക്കുന്നില്ല, പ്രാക്ടിക്കൽ അല്ലത്. അങ്ങനെ പഠിപ്പിക്കാനാണ് ഒരു വർഷം കോളേജിൽ ഇത് പഠിപ്പിക്കാനുള്ള സബ്ജക്റ്റ് ഇതിലുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ പറ്റില്ല. ഞങ്ങൾ അതിന് തയ്യാറായാലും നിങ്ങൾ തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്കുകളുടെ എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ അതിലേക്ക് കൊണ്ടുവന്ന് ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് അതിന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം കവർ ചെയ്യുമ്പം ശരി അവിടെയും ലീക്കേജസ് ഉണ്ട്, എല്ലാ ടോപ്പിക്സും ഇല്ല. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് മിസ്സാവുന്നു. 2, IBS പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കോഴ്സ് മെറ്റീരിയൽസ്, IBS-ന്റെ കോഴ്സ് മെറ്റീരിയൽ IIBF-ന്റെ കോഴ്സ് മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ IIBF-ന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഏതാണ്ട് ഒരു 1/4, 1/3 വരെ ആവുള്ളൂ. 1/3 വരെ ആവുള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാമിന്റെ പുസ്തകം ഒരു റെഫറൻസ് ബുക്കായിട്ട് പക്ഷെ IIBF ഇറക്കിയിരിക്കുന്ന റെഫറൻസ് ബുക്ക് എക്സാമിന് വേണ്ടിയും നോളജിന് വേണ്ടിയിട്ടും കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് IBS അത് നമ്മുടെ ബാങ്കേഴ്സിന്റെ റിക്വയർമെന്റ് കണക്കിലെടുത്ത് അത് 1/3 ആക്കിയിരിക്കുന്നു. അവിടെയും ചില മിസ്സിങ്സ് ഉണ്ട്, അവിടെയും ചില കത്രിക വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും ആ കത്രിക വെച്ച ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. പൊയ്ക്കോട്ടെ, നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്നും പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ വന്നോട്ടെ, പിന്നെ നമ്മൾ തന്ന നോട്ട്സിൽ നിന്നും പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ വന്നോട്ടെ, അത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ തന്നതിന്റെ 100% വേണ്ട 90% നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സേഫ് പൊസിഷനിലാണെന്ന് പറയാം. പിന്നെ നിങ്ങളുടെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, അതും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ആദ്യമേ എടുക്കുന്ന ക്ലാസ്സുകൾ എക്സാം ഡേറ്റ് വരെ നീളുമ്പോൾ ഉള്ള നിങ്ങളുടെ ഓർമ്മശക്തി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ നിങ്ങളുടെ റിവിഷൻ സെഷൻസ്, നിങ്ങളായിട്ട് വെക്കുന്ന റിവിഷൻ എഫേർട്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊക്കെ മായം ചേരും അല്ലെങ്കിൽ കുറവുണ്ടാവും എന്ന് കണക്കിലാക്കിക്കൊണ്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നത്. കാരണം നമ്മുടെ ക്ലാസ്സിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ വാട്സപ്പിൽ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ തരുന്നു. ആ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആ തരുന്ന മോക്ക് ടെസ്റ്റിന്റെ പകുതി ആൾക്കാരെങ്കിലും ആ മോക്ക് ടെസ്റ്റ് കാണാതെ പോലും പോകുന്നവരുണ്ട്. അപ്പൊ വളരെ ചുരുക്കം ഒരു റൗണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അതിലൊക്കെ നിങ്ങൾ ലീക്കേജസ് വരുത്തും, വെള്ളം ചേർക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും IIBF-ന്റെ പിന്നെ IIBF ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ തന്നെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. നമ്മൾ എന്തെങ്കിലും ഒന്നിൽ സക്സസ് ആവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് കൊണ്ട് നടക്കണം നമ്മളത്. എന്നാൽ നമ്മൾ സക്സസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും. നമ്മുടെ ഓരോ ചിന്തയിലും ഓരോ ശ്വാസത്തിലും വേണം. നമുക്ക് ഈ അടുത്തൊരു 6 മാസം നമ്മുടെ ബാങ്കിങ് റെസ്പോൺസിബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒപ്പം തന്നെ നമ്മുടെ JIB എന്ന റെസ്പോൺസിബിലിറ്റി കൂടെ നമ്മുടെ മനസ്സിൽ വരട്ടെ. അത് 2 ദിവസം ഇരിക്കുമ്പോൾ വേണ്ട, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരട്ടെ, നമ്മളെ അതൊന്ന് ഇച്ചിരി ഒന്ന് അലട്ടട്ടെ. അപ്പൊ അത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വളരെ കോർ കണ്ടന്റ് സ്റ്റഫുള്ള ആ ടെക്സ്റ്റ് ബുക്ക്, അത് പുതിയ ബുക്കാണ്.
അധികം ഇതായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇല്ലെന്ന് പറയാം. നമ്മുടെ നോട്ട്സ് വായിച്ചു കഴിഞ്ഞ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും കൂട്ടും. മാത്രമല്ല, നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മുടെ അലമാരിയിലൊക്കെ വാങ്ങിയിരിക്കുന്നു. നമ്മൾ പാസ്സായി കഴിയുമ്പോൾ 4 ബുക്കുകൾ വളരെ വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള ബുക്കുകൾ നമുക്കിരിക്കും. നമ്മളെ സംബന്ധിച്ച് ഇതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പൈസ ആയിരുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് പാരന്റ്സ് ആണ് അത് തരേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു പൈസ. അന്ന് നിങ്ങൾക്കുള്ളൊരു കാര്യമായിരുന്നു ടൈം. പക്ഷെ ഇതിപ്പോ നേരെ ഓപ്പോസിറ്റ് ആയി. ഇന്ന് ടൈം നിങ്ങളുടെ കയ്യിൽ ഇല്ല, പൈസ ഉണ്ട് അത്യാവശ്യം. അപ്പൊ ഇവിടെ നമ്മള് പൈസയെ കുറിച്ചുള്ള ആ ഡെപ്തിൽ ചിന്തിക്കാതെ നമ്മുടെ അവൈലബിൾ ടൈമിൽ നമ്മൾ ഇതിനെ കൂടുതൽ സീരിയസ് ആക്കി, നമ്മളെ തന്നെ സീരിയസ് ആക്കി, വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഡു, വാട്ട് ബെസ്റ്റ് എഫേർട്ട് വി ക്യാൻ ടേക്ക് എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ടും IBS ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ജയിക്കണമെന്ന് IBS ആഗ്രഹിക്കും, ഫാക്കൽറ്റിയും ആഗ്രഹിക്കും. പക്ഷെ ആരെങ്കിലും അവിടെ ജയിച്ചില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ദുഃഖം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖത്തെക്കാൾ കുറവ് തന്നെയായിരിക്കും. കാരണം നമ്മൾ അത് യാഥാർത്ഥ്യം തന്നെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കാരണം യാഥാർത്ഥ്യമാണ്, നിങ്ങൾക്കൊരു തോൽവി സംഭവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു പ്രയാസം അത്രയും ഒരിക്കലും അത് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ ഒരു 12 വർഷമായിട്ട് സ്ഥാപനം നടത്തുന്ന ഒരാൾ ഞാൻ പറയുന്നു. പക്ഷേ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ വിജയം അതിനോടൊപ്പവും അതിനേക്കാൾ മുകളിലും നമ്മൾ സന്തോഷിക്കുമെന്ന് അതും അങ്ങനെ പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആ നെഗറ്റീവിൽ കൂടി ഞാൻ പറഞ്ഞു വരുന്നത്, ജയം നിർബന്ധ ബുദ്ധി ആയിരിക്കേണ്ടത് നിങ്ങൾക്കാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലോ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനേക്കാൾ ആ ജയം എന്നത് നിർബന്ധ ബുദ്ധി ആയിരിക്കേണ്ടത് നിങ്ങൾക്കാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങി വെച്ച് ആഡഡ് ടൈമിലൂടെ അതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബെസ്റ്റാണ്. ഞാൻ ഒന്നും കൂടി എൻഡോർസ് ചെയ്യുന്നു. എക്സലന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇപ്പോൾ IIBF കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് തന്നെ എംപവർ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാവുന്ന ബാങ്കിൽ എംപവർ ചെയ്ത് നിർത്താവുന്ന, ഒരുപക്ഷെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, CIB കംപ്ലീറ്റ് ചെയ്ത സ്ഥലം വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇതുണ്ടാക്കി തന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റും. സത്യമാണ്. അത് പണ്ട് കാലത്ത് പോലും. ഇനി എനിക്ക് പറയാനുള്ള ഈ 2 പുതിയ സിലബസിൽ CIB കംപ്ലീറ്റ് ചെയ്താൽ ആ മാറ്റം പ്രൈസ്ലെസ് ആണ്. സോ അതിനുള്ള അവസരം കളയരുത്. ലെറ്റ് us ടേക്ക് സം എക്സ്ട്രാ എഫേർട്ട്. നമുക്കറിയാം, നോ ഗെയിൻ, എന്താ നോ പെയിൻ നോ ഗെയിൻ. സിമ്പിൾ. നമുക്ക് എഫേർട്ട് എടുക്കണം. നമ്മൾ എനിക്ക് പറയാനുള്ള ടൈം കണ്ടെത്തണം, അലോക്കേറ്റ് ചെയ്യണം, മറ്റു പല കാര്യങ്ങളും കുറച്ചൊന്ന് സൈഡ്ലൈൻ ചെയ്യണം. അൾട്ടിമേറ്റ്ലി ജയം എന്നത് വളരെ മാധുര്യമുള്ളൊരു കാര്യമാണ്. ജയം, ആ മോമെന്റ്, അത് നമുക്ക് ഒരു നിമിഷം കൊണ്ട് അതിന് ഈക്വൽ ആയിട്ട് മറ്റൊരു ഈക്വൽ മോമെന്റ് അല്ല. ഒരുപാട് മോമെന്റുകൾ ഈക്വൽസ് ആണ് ജയം എന്ന ആ ടൈം, ആ മോമെന്റിന്റെ വർത്തിനെസ്. സോ അതുകൊണ്ട് നമുക്ക് എ സീരീസ് ഓഫ് സീരിയസ് എഫേർട്സ്, ഇത് എന്റെ മാത്രം, ഞാൻ എവിടെയും കേട്ടതല്ല. ഞാൻ ഒരു സക്സസിനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: എ സീരീസ് ഓഫ്, ഇവിടെ SERIES ഉപയോഗിക്കുന്നത്, എ സീരീസ് ഓഫ് സീരിയസ് എഫേർട്സ്, അതാണ് സക്സസ്. അതിനെ നമുക്ക് മറ്റൊന്നും കൊണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പൈസ കൊണ്ടും നമുക്ക് വാങ്ങി വെക്കാനും പറ്റില്ല. അപ്പൊ എല്ലാവരും നല്ലൊരു എഫേർട്ടിന് തയ്യാറാകുക. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ തയ്യാറാണ്, ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക, ടൈം അലോക്കേറ്റ് ചെയ്യുക. 3 മാസം നിങ്ങൾ ഇത് പഠിച്ചു, പാസ്സായി. നിങ്ങൾക്കിട്ട് നോളജ് ആർക്കെങ്കിലും പിടിച്ചു പറിക്കാൻ പറ്റുമോ? നിങ്ങളിൽ നിന്ന് അത് ആർക്കെങ്കിലും ഊറ്റിയെടുക്കാൻ പറ്റുമോ? നിങ്ങളിൽ നിന്ന് അത് നഷ്ടപ്പെടാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മളെ എംപവർ ചെയ്ത് മാറ്റുന്ന ഒരു സംഗതി അതാണ് IIBF. ബാങ്കുകൾ IIBF-ൽ നിന്നും എയിം ചെയ്യുന്നത്. അത് നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും I can assure you this program will be a grand success, and during the exam days there is everything to cheer. നിങ്ങൾ എല്ലാം 60-70 ഒക്കെ മാർക്ക് മേടിക്കും. എത്ര ടഫായിട്ട് IIBF നടത്തിയാലും നിങ്ങൾക്ക് പാസ്സാകും. എഗെയിൻ ഞാൻ പറയുന്നു, 80% ക്വസ്റ്റ്യനുകളാണ് IIBF എത്ര വർക്ക് ചെയ്താലും നിങ്ങളിൽ നിന്നും എഴുതാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പൊ 20% നിങ്ങൾ നഗറ്റി തന്നെ നിർത്തി വെച്ചിരിക്കുന്നു. അപ്പൊ 80%-ൽ നിന്ന് നമ്മൾ ജയിക്കണം. അപ്പൊ അതിനുവേണ്ടി നല്ല എഫേർട്ട് എടുക്കണം. ഞാൻ പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ എഫേർട്ട് വർത്താണ്. ഞാൻ പറയുന്ന 2 രീതിയിൽ, ഒന്ന് ഫിനാൻഷ്യൽ വൈസ്, മറ്റൊന്ന് നമ്മുടെ ലൈഫിൽ ഇത് വേണം. അപ്പൊ അത് നമ്മൾ കളയേണ്ട. വി ആർ വിത്ത് യു. ഞാൻ നിങ്ങളുടെ ചോദിച്ച 3 ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാഗത്തുനിന്ന്, IBS-ന്റെ ഭാഗത്തുനിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ക്വാളിറ്റി എന്തായാലും കൂട്ടും. IBS-ന്റെ ഭാഗത്ത് നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ തരും. പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം.
നിങ്ങളാണ് ബെനിഫിഷ്യറീസ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങളെക്കാൾ എത്രയോ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയല്ലേ. അപ്പൊ നിങ്ങളല്ലേ ഇതിനകത്ത് നിൽക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഇന്നത്തെ നമ്മൾ IBSന്റെ മാർക്കറ്റിംഗ് ലെറ്ററിൽ ഒരു വേർഡ് ഉണ്ട്, ജോയിൻ IBS, പ്രിപ്പയർ വെൽ, എൻജോയ് സക്സസ്. ജോയിൻ IBS, എൻജോയ് സക്സസ് എന്നല്ല പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനാണ് വിളിക്കുന്നത്, പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അല്ലാതെ എക്സാം ജയിപ്പിക്കുക എന്നുള്ളത് അടുത്ത കാര്യമാണ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അതിൽ ഇരിക്കാതെ നമ്മുടെ മെജോറിറ്റി ക്ലാസ്സുകൾ മിസ് ചെയ്തു, നമ്മൾ തന്നെ നോട്ട്സും മിസ് ചെയ്തു, ലാസ്റ്റ് ഒരു ഓടിപ്പടച്ചൊരു ശ്രമം നടത്തി അത് ലെവലിൽ എത്താതെ ജയിക്കാതെ പോയാൽ നമ്മൾ ഒരിക്കലും നമ്മളെ കുറ്റം പറഞ്ഞ ഒന്നും കാര്യമില്ല. ഓക്കെ, എന്തായാലും കഴിഞ്ഞ കാലങ്ങൾ മായ്ക്കാം. നമുക്ക് 2024 ദി ഇയർ ഓഫ് നോളജ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. ആ 2024 നമുക്ക് നേടിയെടുക്കാവുന്ന എല്ലാ നോളജും നമുക്ക് ഈ ഇരിക്കുന്ന ഫാക്കൽറ്റി, ഇനിയുണ്ട് ഫാക്കൽറ്റീസ്, അവരിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഡിഫറെന്റ് ബാങ്കറായിട്ട് ബാങ്കിൽ ഇരിക്കാം. ഇതാ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഒരു വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് കേൾക്കാൻ സന്മനസ് കാണിച്ച തയ്യാറായ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ജീവിത വിജയം നേരുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നമുക്ക് ജയിച്ച് മാത്രം അവസാനിപ്പിക്കണം. ഇത്തവണത്തെ റെസൊല്യൂഷൻ ഇതായിക്കോട്ടെ. കുറെ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാം, കുറെ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാം. ഞാൻ എഗെയിൻ പറയുന്നു, ടൈം കണ്ടെത്തി വന്നിരിക്കണം. ടൈം ആസ് ആൻഡ് വെൻ വി ഗെറ്റ് ടൈം എന്നല്ല, നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്ത് വന്നിരിക്കണം. തീർച്ചയായിട്ടും ഈ ഷോ നിങ്ങൾക്ക് വർത്താണ്. IBS നടത്തുന്ന ഈ ഗ്രാൻഡ് മെഗാ ഷോ എന്ന് പറയുന്നത് ഏകദേശം 100 hours. ഇറ്റ് ഈസ് റിയലി വർത്ത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ അഷ്വർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ഗംഭീരമായിട്ട് ശരിക്കും ഒരിതായിട്ട് മാറ്റും. വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ കോപ്പി വാങ്ങണം. ആഴ്ചയിൽ ഒരിക്കലൊന്ന് കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പഠനത്തോടൊപ്പം തന്നെ, കാരണം നിങ്ങളെ വീണ്ടും റീബൂസ്റ്റ് ചെയ്യുന്ന, കാരണം ഇതിലെ ഓരോ ഫാക്കൽറ്റിയുടെ വാക്കുകളും വളരെയേറെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. വളരെയേറെ ഞാൻ JIB എഴുതിയപ്പോൾ അക്കൗണ്ടൻസി ഫസ്റ്റ് ഫെയിലായി, CIB എഴുതിയ BFM വീണ്ടും ഫെയിലായി. ഈ തോൽവി ഇങ്ങനെയുള്ള ഫാക്കൽറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ സപ്പോർട്ടുമായിട്ട് നമ്മൾ നിൽക്കുമ്പം തോൽവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാരല്ല, പിന്നെ വാങ്ങി നമ്മൾ വെക്കുന്നതാണ്. അത് നമുക്ക് വേണ്ട. അപ്പൊ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവണം. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ അവസരമുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ആൾമോസ്റ്റ് 10-ാം തീയതി ആരംഭിക്കും. ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡിസൈൻ ടൈം ടേബിൾ അതിൽ ഇടും. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടി രാവിലെ എടുക്കുന്ന വൈകിട്ടും രാവിലെ അങ്ങനെയല്ല. ചിലർക്കൊക്കെ 2 സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് കിട്ടേണ്ടവരുണ്ട്. എല്ലാവർക്കും ആദ്യഘട്ടങ്ങളിൽ തന്നെ ടോപ്പിക് കിട്ടി. വേണ്ടി വന്നാൽ പാർഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് 2 പേപ്പർ 1 പേപ്പർ ഉള്ളവർക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലാസ്സുകളിന്റെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഞാനും എന്നോടൊപ്പമുള്ള ടീമും എന്നോടൊപ്പമുള്ള ഫാക്കൽറ്റി എല്ലാം ഇതിനെ വളരെ പാഷനേറ്റ് ആയിട്ട് കാണുന്നവരാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇന്ന് തീർച്ചയായിട്ടും മനസ്സിലായി കാണും. അത് ഞങ്ങളുടെ ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിനിയോഗിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു ന്യൂ ഇയറിൽ എനിക്ക് പറയാനുള്ളത്. IBSന്റെ വകയായിട്ടും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വർണ്ണാഭമായ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ന്യൂ ഇയർ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഹരി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഫൈനലായിട്ട്, കാരണം കുറച്ചുപേര് എന്തായാലും ഉള്ളൂ, ടൈം ഒത്തിരി ആയിട്ടുണ്ട്. അത് യെസ് ഗ്രൂപ്പിൽ ഇതാണോ ചെയ്യുന്നത്? ഉള്ളവർ നോട്ട് ചെയ്തോളൂ. അതാ ഇവിടെ ഒരാൾ ചോദിച്ചത് ഓൺലി 1 പേപ്പർ റിമൈൻ. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ നമ്മുടെ ക്ലാസ്സുകൾ. മറ്റേത് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും 2 പേപ്പർ എടുക്കും, മോർണിംഗും ഈവനിങ്ങും 2 പേപ്പർ എടുക്കും. ആ 2 പേപ്പർ കഴിഞ്ഞ് അടുത്ത 2 പേപ്പർ എടുക്കും. അപ്പൊ ഈ 3ഉം 4ഉം പേപ്പർ കിട്ടേണ്ടവരാണെങ്കിൽ നമ്മൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഒരുപക്ഷെ ഇത് നമ്മളവിടെ താമസിക്കുമെന്ന് വേറൊരു അടുത്ത് പോയി ജോയിൻ ചെയ്യാൻ നോക്കും. ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഇത്തവണ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് കുറച്ച് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും എല്ലാ ടോപ്പിക്കും ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെയും പ്രയോറിറ്റൈസ് ചെയ്യാം. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പഠിച്ചപ്പം
പ്രിപ്പയർ ചെയ്യുമ്പോൾ ടഫ് എന്ന് തോന്നി ഏതാണോ രാവിലെയാണോ വരുന്നത് വൈകുന്നേരമാണോ വരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ഇത് ചെയ്യാം. ഏതെങ്കിലും ഒരു ബാച്ചേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് മന്ത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആ രീതിയിലാണ്. അക്കൗണ്ടൻസി തീർച്ചയായിട്ടും ഒരു പ്രോമിനന്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് മോർണിംഗിലാണോ ഈവനിങ്ങിലാണോ ആദ്യമേ വരുന്നത് അത് നോക്കി ആ ക്ലാസ്, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് ഉള്ളവർ അത് നോക്കിയിട്ട് സ്വല്പ ദിവസം രാവിലെയോ വൈകുന്നേരമോ നമ്മുടെ കൺവീനിയൻസ് നോക്കണ്ട. എനിക്ക് ഒരു കാര്യം കൂടെ ഫൈനലി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. എന്ത് അച്ചീവ്മെന്റിനും നമ്മൾ അടുത്തൊരു പോയിന്റ് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മെന്റലി പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ രാവിലെ ഞാൻ ലേറ്റ് ആയിട്ട് എനിക്ക് വൈകുന്നേരം സൗകര്യം എന്നുള്ളത് പറയണ്ട. നമുക്ക് ഈ ഒരു ടേമില് നമുക്ക് സൗകര്യത്തെ കുറിച്ച് പറയണ്ട, അസൗകര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എത്ര അസൗകര്യങ്ങളിൽ കൂടി നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. അവിടെയാണ് നേട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അത് പറയാൻ പറ്റും. കാരണം ഒരു സ്ഥാപനത്തിൽ വളരെ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഏകദേശം ഇന്ന് 55,000-ഓളം ബാങ്കേഴ്സിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം എന്ന നിലയിൽ എനിക്ക് പറയാം അസൗകര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ സൗകര്യങ്ങളിൽ നിന്നും എല്ലാം നേടിയെടുക്കാൻ വിചാരിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയൊരു സംഗതി ആയിരിക്കില്ല, വളരെ കുറച്ചു പേർക്ക് മാത്രം ഉള്ള സൗഭാഗ്യമായിരിക്കും ചിലപ്പോൾ അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും. രാവിലത്തെ അസൗകര്യം വൈകിട്ട് പറയണ്ട, ജെന്യൂനായിട്ട് ഒരിക്കലും പറ്റില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് നമുക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്കും നമ്മൾ ഇനി അടുത്ത സബ്സിക്വന്റ് ബാച്ചസ് വരുന്നു, അവിടെ എല്ലാം നമ്മൾ കവർ ചെയ്യാം. ഓക്കെ, ഹരി എന്തെങ്കിലും ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം, ഈവനിംഗ് ബാച്ച് ആൻഡ് മോർണിംഗ് ബാച്ച്. ഫ്രണ്ട്സ്, നമ്മുടെ 1-2 പേര് ചോദിച്ചിരുന്നു നമ്മുടെ ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അത് സാറ് പറഞ്ഞോ അറിയില്ല. നമുക്ക് ഈവനിംഗ് ബാച്ച് 10th ജാനുവരി 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബുധനാഴ്ച 10th ജാനുവരി ഈവനിങ് 8 to 9:30 ആണ്. ഡീറ്റെയിൽഡ് ഷെഡ്യൂള് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈവനിംഗ് ബാച്ചിന്റെയും മോർണിംഗ് ബാച്ചിന്റെയും ഷെഡ്യൂള്. മോർണിംഗ് ബാച്ച് നമ്മൾ ചെറിയൊരു ടൈമിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. രാവിലെ 5:45 to 7:50 ആണ്. 5:30 ആയിരുന്നു നമ്മുടെ നേരത്തെ ടൈം. 5:30 മുതൽ 7 മണി വരെ ആയിരുന്നു. ഇത്തവണ നമ്മൾ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 5:45 മുതൽ 7:15 വരെയാണ് ക്ലാസ്സിന്റെ ടൈം. ഇത്തവണ ഈ പറഞ്ഞ പോലെ സാറ് ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. വേറെ ബാച്ചിന്റെ ഡീറ്റെയിൽസ്, ക്ലാസിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ചോദിക്കാം. ഈവനിംഗ് ബാച്ച് 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച 10-ാം തീയതി ഈവനിങ്ങിൽ 8 to 9:30. മോർണിംഗ് ബാച്ച് 11-ാം തീയതി രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രാവിലെ 5:45. ഓക്കെ, നമ്മുടെ ഒരു പുതിയ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ ഒരു സെഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് 8-നല്ലേ ഹരി? പുതിയ ബാച്ചിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ പുതിയ ഓറിയന്റേഷൻ ആയിട്ട് ഇതുപോലെ അത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് എങ്ങനെയാണെന്നുള്ളത് അതിനെ വേണ്ടിയിട്ടുള്ളൊരു, അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് പറയാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ആൾക്കാർ ഫ്രീ ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ അവരെയും കൂടെ തീർച്ചയായിട്ടും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എപ്പോഴും കോമൺ ആയിട്ട് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആയി മാറും. ഒരുപക്ഷെ നിങ്ങളെ റെഫർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് നിങ്ങളെക്കാൾ സീരിയസ് ആണെങ്കിൽ അത് മാത്രം മതി നിങ്ങളെ ജയിപ്പിക്കാൻ. കാരണം നിങ്ങൾ റെഫർ ചെയ്ത് വരുന്ന ഒരു വ്യക്തി അവർ ഇതിനോട് കാണിക്കുന്ന സീരിയസ്നെസ് നിങ്ങളുടെ സംസാരത്തിനിടയ്ക്കും ഇൻവോൾവ്മെന്റിനിടയ്ക്ക് വരികയാണെങ്കിൽ അത് മാത്രം മതി നമ്മളെയും കൂടെ ജയിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയുക, എല്ലാവരോടും ഇത്തവണ JIB CIB എഴുതാൻ പറയുക, അവരെയും കൂടി ഇതിലേക്ക് റെഫർ ചെയ്യുക. നമ്മുടെ ക്ലാസ് 10th-നും 11th-നുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് 8th-നും ഓറിയന്റേഷൻ ഉണ്ട്, അതിൽ അവർക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, യെസ്, മോസ്റ്റ്ലി എല്ലാ കാര്യവും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ബാച്ചിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ സെഷനെ പറ്റി ഒരു ചെറിയ ഇത് യൂസ്ഫുൾ ആയിരുന്നു, ഇങ്ങനൊരു ഇതിന്റെ ആവശ്യം ഒരു നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് കമന്റ്, അത് നല്ലതായിരുന്നു അല്ലെങ്കിൽ എത്ര എഫക്റ്റീവ് ആയില്ല അല്ലെങ്കിൽ എന്താണെങ്കിൽ നിങ്ങളുടെ കമന്റ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുകയാണ് ഇറങ്ങുമ്പോൾ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് നമുക്ക് പതുക്കെ വിഡ്രോ ചെയ്യാം. ആ വിഡ്രോ ചെയ്യുമ്പം നമ്മുടെ ക്ലാസ്സുകൾ വൈകിട്ട് 8 to 9 വരെയാണ്. അപ്പൊ 8 to 9 വരെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്രയും സമയം ഇരിക്കാൻ തന്നെ തയ്യാറായിട്ട് വരണം. അതിന് മുമ്പ് ഫുഡ് കഴിക്കുന്നവരാണ് അല്പം മീഡിയം ഫുഡ് കഴിച്ചിട്ട് വന്നിരിക്കണം. കാരണം ക്ലാസ് കേട്ട് ഉറങ്ങാനായിട്ടുള്ള തീരുമാനമായിട്ട് വരരുത്. 8 to 9:30 ഫുഡ് നേരത്തെ കഴിക്കുന്നവര് കുറച്ച് ഫുഡ്, മിനിമം ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇരിക്കുക. ഒരുപാട് ഓവർലോഡ് ചെയ്യാതിരിക്കുക. നമുക്കൊരു പ്ലാൻഡ് ആയിട്ട് നീങ്ങാം.
ഈ ബാച്ചിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് എന്തെങ്കിലും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നടത്തിയ ഈ പ്രോഗ്രാം, ഈ കോഴ്സിന്റെ യൂട്ടിലിറ്റിയെ പറ്റി നമുക്കും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരിക്കും. ഞാൻ കുറച്ച് പേരുള്ളപ്പോഴാണ് പറഞ്ഞത്. ഓക്കെ, സോ ഗുഡ് നൈറ്റ് ഫ്രം IBS സൈഡ്. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. എല്ലാ ഫാക്കൽറ്റിക്കും തീർച്ചയായിട്ടും ഹാപ്പി ന്യൂ ഇയർ. And I take this opportunity to express my sincere gratitude to each and every faculty who all made IBS to this level. Thank you very much, sir. Thank you very much. Good night. Thank you, sir. Thank you, sir. We'll wait for everyone to, withdraw from this, leave from this. Hari, end ചെയ്യണ്ട, ബാച്ച് end ചെയ്യണ്ട. അവര് കുറച്ച് നല്ല ഫീഡ്ബാക്സ് എല്ലാവരും അത് ഒരു പോസിറ്റീവായിട്ട് കണ്ടു എന്നുള്ള ഒരു ഫീഡ്ബാക്സ് ആണ് നമുക്ക്. യെസ്, ലക്ഷ്മി മാഡം പറയുന്നത് റിയലി മോട്ടിവേറ്റഡ് എന്നാണ്. അപ്പം ആ മോട്ടിവേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന മൊമെന്റ് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പം അതിനാണ് ഹരി ഈ ഒരു കാര്യം ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ അത് എല്ലാവർക്കും അവർക്ക് പേഴ്സണലായിട്ടൂടെ അയച്ചു കൊടുക്കുക. ഇന്ന് അറ്റൻഡ് ചെയ്തവർക്കും പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് അവർക്ക് ആ ഒരു മോട്ടിവേറ്റഡ് ആണെന്ന് എല്ലാവരും പറയുമ്പോൾ അത് ആ മോട്ടിവേഷൻ തുടരേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം മോട്ടിവേഷൻ പലപ്പോഴും ഈ ബലൂണിലെ കാറ്റ് പോലെ കുറഞ്ഞു വരുന്നതാണ് നമ്മുടെ മറ്റൊരു വലിയ ഇത്. നമ്മുടെ ഗായത്രി മാഡത്തിന് എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞട്ടെ. സാർ, ഞാൻ ആദ്യമായിട്ട് എഴുതിയത് ബാങ്കിൽ വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ മരിച്ചിട്ടാണ് ഡൈനിങ് ഹാർവസ്റ്റിലാ കയറിയത്. ബാങ്കുമായിട്ട് യാതൊരു ബന്ധം എനിക്കില്ല. ചെറുപ്പത്തില് അച്ഛന്റെ കൂടെ പോയിട്ടുണ്ട്, ഞാൻ അവര് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് കൂടുതലായിട്ട് ബാങ്കിനായിട്ടുള്ള ടച്ച് വന്നത് ഇപ്പോഴാണ്. ചില കാരണങ്ങളാൽ എനിക്ക് JIB കിട്ടിയില്ല എഴുതിയപ്പോ. അത് ഒന്നാമത് എനിക്ക് ഇതിനായിട്ട് ടച്ച് ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ തവണ അത് കിട്ടും തന്നെയാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലായത്. വെരി മോട്ടിവേറ്റിംഗ് ആയിരുന്നു എന്തായാലും ക്ലാസ്. തീർച്ചയായിട്ടും ഗായത്രി മാഡം ഭാഗത്തുനിന്ന് നമ്മൾ നല്ല എഫേർട്ട് എടുക്കാം. നിങ്ങൾ നമ്മളോടൊപ്പം വേണം. തീർച്ചയായിട്ടും ആ എഫേർട്ടിന് റിസൾട്ട് കിട്ടും. അത്ര കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പേര്, ആയിരക്കണക്കിന് പേര് JIB CIB പാസ്സാവുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒട്ടും എന്താ പറയാ, ഒരു കോൺഫിഡൻസിന് യാതൊരു കുറവും ഞങ്ങൾക്കില്ല. എഫേർട്സിന് ഒരു റിസൾട്ട് വരും. അത് നമ്മൾ IIBF ഏത് രീതിയിൽ നമ്മളെ ക്വസ്റ്റ്യൻ ഇട്ടാലും തീർച്ചയായിട്ടും നമ്മൾ അതിന് ആൻസറിലേക്ക് എത്തും. അപ്പൊ അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. വളരെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഡ്യൂ കോഴ്സിൽ നമ്മുടെ ഫാക്കൽറ്റിയും ഒക്കെ ഡിസ്കഷൻ ഉണ്ടാവും. ഞാനും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് വൺ സൈഡ് ആകാതെ നോക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, ഗായത്രി മാഡം തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇത്തവണ നമുക്ക് ജയിക്കാം. 2024 ഞങ്ങളുടെ 2023 ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു അനുമോദന യോഗം വെക്കുമ്പോൾ അതിനകത്ത് വളരെ ഇങ്ങനെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ആളായിട്ട് മാഡം വേണം. ഒപ്പം 2024 ലാസ്റ്റിൽ നമ്മുടെ CIB കംപ്ലീറ്റ് ചെയ്ത് പ്രൗഡ് സ്റ്റുഡന്റ് ആയിട്ട് നമ്മളോടൊപ്പം വേണ്ട ആൾക്കാരാണ് എല്ലാവരും. ഇൻഫാക്ട് ഓക്കെ, ബാങ്കുമായിട്ട് ടച്ച് ഇല്ലാത്ത ഒരു പ്രശ്നമായി മാറും. അങ്ങനൊന്നും വിചാരിക്കരുത്. എന്താണ് പഠിച്ച സബ്ജക്ട്? ഏതാണ്? അത് സയൻസ് ആണ്, മെഡിക്കൽ ഫീൽഡ് ആയിരുന്നു. മെഡിക്കൽ ഫീൽഡ്, ഓക്കെ. ഏതായിരുന്നു? എന്നാലും ആയുർവേദ ഡോക്ടർ. ഒരു ഡോക്ടർ അല്ലേ എന്തായാലും. ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വന്നു എനിക്ക്. കാരണം ചാൻസസ് കഴിഞ്ഞു. അച്ഛൻ മരിച്ചത് എക്സാം ടൈമിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചാൻസേ ഉള്ളൂ. പിന്നെ അത് എഴുതിയപ്പോ 2 പേപ്പറിൽ എനിക്ക് പോയി. മാഡം ആയുർവേദ ഡോക്ടർ എവിടെയാ ചെയ്തത്? പാലക്കാട്. അത് നമ്മുടെ എക്സാം എഴുതി കിട്ടിയതാണോ? അതെ. ഏത് എൻട്രൻസ് എക്സാം എഴുതി കിട്ടിയതാണോ? അതെ. ഇനി ഒന്നും മിണ്ടരുത്, ഇനി ഒന്നും മിണ്ടിയേക്കരുത് കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു എൻട്രൻസ് എഴുതി കിട്ടിയ അന്നത്തെ 17 വയസ്സിൽ എൻട്രൻസ് എഴുതി കിട്ടിയ ഒരാള് ഈ ഒരു എക്സാം പാസ്സാകുമോ എന്നുള്ള ചിന്ത പോലും വെക്കാൻ പാടില്ല. അന്നത്തെ ആ വർക്കിനെ പറ്റി ഒന്ന് റീകളക്ട് ചെയ്യണം.
ആ +2 കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് പഠിച്ച ആ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി അന്നത്തെ എൻട്രൻസിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത എഫേർട്ടിനെ ഒന്ന് റീകളക്ട് ചെയ്യുക, എന്ന് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. സിമ്പിൾ. നമ്മളൊരു 70% മാർക്കോടുകൂടി ജയിക്കും. സബ്ജക്റ്റ് എല്ലാം വിട്ടേക്ക് കേട്ടോ. കാരണം ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പാസ്സായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അതായത് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, JIB എന്ന സെയിം സബ്ജക്ട് ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പാസ്സായിട്ടുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോസിറ്റിവിറ്റി എല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുത്ത്, നമ്മുടെ കരുത്ത് എല്ലാം ഇങ്ങോട്ട് എടുത്ത്, അന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താൽ മതി, നമ്മൾ പാസ്സാവും. ഇതിനെപ്പറ്റി ഇനി മിണ്ടുകയും ചെയ്യരുത്. പഠിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ, പ്രിപ്പയർ ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി ഡൗട്ട്സ് ഒന്നും വെക്കരുത്. പാസ്സാവും, ഉറപ്പായിട്ടും പാസ്സാവും. പ്രിപ്പയർ ചെയ്യണം, നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. എല്ലാ ക്ലാസ്സിലും കാണണം. ഇത് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാ ക്ലാസ്സിലും കാണണം. ഓക്കെ, ശരി, ഓക്കെ, നമുക്ക് വിഡ്രോ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ടു എവ്രി വൺ. താങ്ക് യു. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഹരിയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്, ഹരിയുടെയും ബിജുവിന്റെ ഒക്കെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് നമ്മുടെ ഇത്തരം ഒരു ഇത് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റിയത്. സോ താങ്ക് യു ടു Hari, Biju. Thanks. Good night to all. Good night to all.